നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരു നല്ല കലാകാരൻ കൂടി വിട പറഞ്ഞു. മീഡിയകളിലൊന്നും വലിയ അറ്റൻഷനൊന്നും കിട്ടിയില്ല അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരു പതിഞ്ഞ സ്വഭാവക്കാരനായിരുന്നു. നടക്കുന്നതും നോക്കുന്നതും സംസാരിക്കുന്നതും എല്ലാത്തിനും അല്പം ഒരു ലാഗുണ്ട്. വേണുജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സിനിമയിലും സീരിയലിലും നാടകത്തിലും വേണുഗോപാൽ എന്ന് പറയുന്ന വേണുജി നല്ല വേഷങ്ങൾ കുറേ ചെയ്തിരുന്നു. ഞാൻ അറിഞ്ഞത് ദീർഘനാളായി അദ്ദേഹം രോഗബാധിതനായി അഭിനയരംഗമൊക്കെ വിട്ട് തിരുവനന്തപുരത്തെ വൃന്ദാവൻ കോളനിയിൽ പട്ടത്തുള്ള വൃന്ദാവൻ ഗാർഡൻസിൽ വീട്ടിൽ തന്നെ അങ്ങ് ഒതുങ്ങിയായിരുന്നു എന്ന് പറയുന്നു. ഇതിനിടയ്ക്കിടയ്ക്ക് എന്തോ ആത്മീയമായിട്ടൊക്കെ പോയി, ഏതോ ആശ്രമത്തിൽ അന്തേവാസിയായിട്ടൊക്കെ പോയി. പത്രപ്രവർത്തകനായിരുന്നു. പല റോളുകളും നോക്കിയ ആളാണ്. ഒരു സാധു മനുഷ്യൻ, ഒരു സാധു പ്രകൃതക്കാരൻ. 1987 പനോരമ സെലക്ഷൻ കിട്ടിയ കിഷൻ കർത്ത എന്ന് പറഞ്ഞ മലയാളി സംവിധാനം ചെയ്ത അംശിനി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഭൂലാൻ ദേവിയായിട്ട് അഭിനയിച്ച സീമ ബഹൻ നായികയായ സിനിമയിൽ വേണുജിയായിരുന്നു നായകൻ. അതിന് പനോരമ സെലക്ഷൻ കിട്ടി. മലയാളത്തിലാണെങ്കിൽ കൃഷ്ണ ഗോപാലകൃഷ്ണ, അതിൽ ബാലചന്ദ്രമേനൻ്റെ അച്ഛനെ മകൻ അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിൽ മേഘസന്ദേശം, സായിവേർ തിരുമേനി, ഗൗരി ശങ്കരം, ആഘോഷം തുടങ്ങി കുറച്ച് സിനിമകളും ചെയ്തു. കായംകുളം കൊച്ചുണ്ണി അടക്കം എനിക്ക് തോന്നുന്നു കുറേ സീരിയലുകളും ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത ഏതോ ഒരു സീരിയലിൽ വേണുജി അഭിനയിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നല്ല ഹൃദയബന്ധമായത്. സീരിയലിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അതുപോലെ തന്നെ ആസ്ഥാന വിദൂഷകൻ, ആഢ്യകവി, തോലൻ, തെയ്യം മുതലായ നാടകങ്ങളും അദ്ദേഹം ചെയ്തു. ഞാൻ കുറച്ചു കാലം സിനിമാ പേജ് കൈകാര്യം ചെയ്തിരുന്ന കേരള പത്രിക എന്നൊരു പത്രം ഉണ്ടായിരുന്നു, ദിനപത്രം. ആ പത്രത്തിൻ്റെ സബ് എഡിറ്ററായിരുന്നു അദ്ദേഹം. ഭാര്യയുടെ പേര് അജിത പിള്ള, മക്കള് ആരതി, അഞ്ജലി. നല്ല സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ഇരുത്തം വന്ന അഭിനയം കൊണ്ടും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ആളായിരുന്നു വേണുജി. ആദ്യം അർബുദ രോഗം വരികയും ക്യാൻസർ വരികയും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോഴേക്കും കിഡ്നി തയ്യാറാവുകയൊക്കെ ചെയ്തു. തിരുവനന്തപുരത്ത് പ്രശസ്തമായ സംഘചേതന, അതുല്യ, അശ്വതി, ഓച്ചറ നിള, സൗമ്യസാര തുടങ്ങിയ കുറേ നാടക ട്രൂപ്പുകളിലും അദ്ദേഹം സഹകരിച്ചു. ആർക്കും ഭാരമാകാതെ, ഭൂമിക്ക് ഭാരമാകാതെ ജീവിച്ച് അതുപോലെ തന്നെ പോയതും അധികമാരും അറിഞ്ഞില്ല. ഞാൻ താമസിക്കുന്നതിന് അടുത്താണ് പട്ടം വൃന്ദാവൻ ഗാർഡൻസ് എങ്കിലും വേണുജി മരിച്ചത് ഞാൻ അറിഞ്ഞില്ല. പിറ്റേ ദിവസം പത്രത്തിൽ കാണുമ്പോഴാണ് അറിയുന്നത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞില്ലേ. അതുകൊണ്ട് അവസാനമായിട്ടൊന്നും കാണാനും കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വേണുജിയെ കണ്ടിട്ടൊരു മിനിമം ഒരു 10-15 വർഷമെങ്കിലും വരും. 15 കൂടുതൽ വരും അദ്ദേഹത്തെ കണ്ടിട്ട്. മരിച്ച വാർത്ത കണ്ടപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്തായാലും ആ നല്ല മനുഷ്യന്, നല്ല കലാകാരന് ആത്മാഞ്ജലി അർപ്പിക്കാം. നമസ്കാരം. വളരെ രസകരമായ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. പറയണോ വേണ്ടെന്ന് ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചതാണ്. വോയിസ് മെസ്സേജായിട്ടും ഫോണിൽ വിളിച്ചും അല്ലാതെ മെസ്സേജായിട്ടും ഒക്കെ ഒരുപാട് പേർ എന്താ ചേട്ടാ നിങ്ങൾ കണ്ടിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് സത്യത്തിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പെണ്ണുമ്പിള്ളയുടെ വിവരക്കേടിൽ നമ്മൾ പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഈ കഷ്ടകാലം വരുമ്പോൾ അരഞ്ഞാണം പാമ്പാവും എന്ന് പണ്ടുള്ളവർ പറയും. എനിക്ക് ഇപ്പോൾ പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ മോഹൻലാലിൻ്റെ സമയം മോശമാണെന്ന് പറയേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ തന്നെ അദ്ദേഹത്തിനെ തെറി വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ വലിയച്ഛൻ്റെ മോനോ ആരോ ഒരുത്തൻ തെറി വിളിക്കുന്നു. ഇവൻ ഇത്രയും പ്രതിഫലം വാങ്ങിക്കാൻ ഇവനെന്ത് യോഗ്യത ഉണ്ടെന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഇങ്ങനെ വഴിയെ പോണവരെല്ലാം അടിച്ചിട്ട് പോകുന്ന ഒരു ചെണ്ട പോലെ ആകുന്നു മോഹൻലാൽ എന്ന് പറയുന്നത്. അദ്ദേഹമാണെങ്കിൽ ഈ പാറയ്ക്ക് കാറ്റ് പിടിച്ചാൽ ഒരക്ഷരം മറുപടി പറയില്ല. പറയുന്നവൻ പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു സിദ്ധാന്തമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിട്ടായിരുന്നു ഇതിലേക്ക് എത്ര കേസായെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയ. പക്ഷെ അദ്ദേഹം പ്രതികരിക്കില്ല. ഒരു കണക്കിന് അത് നല്ലതാണെന്ന് ഞാൻ പറയും. പക്ഷെ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ട അല്ല മോഹൻലാൽ. മലയാളത്തിൻ്റെ അഭിമാനമായൊരു നടനല്ലേ. അദ്ദേഹത്തിന് ഇനി നാഷണൽ അവാർഡ്, സംസ്ഥാന അവാർഡ് അടക്കം ഈ JC ഡാനിയൽ അവാർഡ് പോലെയൊക്കെയുള്ള ചില്ലറ കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം നേടിയെടുത്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഒരു മര്യാദയില്ലാതെ
സത്യസന്ധമല്ലാത്ത വിമർശങ്ങൾ ഉന്നയിച്ച് അതും എന്താ പറയുക ഒരു കാരണം കണ്ടെത്തി പറയുമ്പോൾ ഒന്നാമത് ഇപ്പോഴത്തെ ഈ യൂട്യൂബിൻ്റെ കാലമായതുകൊണ്ടേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന കാലമാണല്ലോ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, എറണാകുളത്ത് നിന്നൊരു ചെറുക്കൻ, വിവരം കെട്ട ചെറുക്കൻ എന്നെ വിളിക്കുക, എന്നെ പ്രകോപിപ്പിക്കുക, ഞാൻ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വേറൊരു സിമ്മിൽ നിന്ന് വിളിക്കുക, വീണ്ടും പ്രകോപിപ്പിക്കുക, നമ്മളതും ബ്ലോക്ക് ചെയ്യുക. നമുക്കിത് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? മൂന്നാമത് വിളിച്ചപ്പോൾ ഞാൻ അവനെ നന്നായിട്ട് ശകാരിക്കും, നിന്നെ എവിടെ വെച്ച് കിട്ടിയാലും നിനക്ക് ഞാൻ മൂക്കിടിച്ച് പരത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറിയും വിളിച്ചു. അവൻ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ നാണമെന്ന് പറഞ്ഞൊരു വികാരമില്ലല്ലോ. എന്നിട്ട് അതിനെ അവൻ്റെ സ്വന്തം യൂട്യൂബിൽ ഉപയോഗിക്കുന്നു. അവനെ തെറി വിളിച്ചത് ഒരു ക്രെഡിറ്റായിട്ട്. ആ അവസ്ഥയാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒന്നിലധികം പേരുണ്ടായിരുന്നു. അപ്പോൾ ആ മോഹൻലാലിൻ്റെ ഡ്രൈവറെ കണ്ടുപിടിച്ച്, എൻ്റെ പള്ളിച്ചലാണ്, എൻ്റെ നാട്ടിലാണ്, അദ്ദേഹത്തെ പോയി കണ്ടുപിടിച്ച് അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും കുറേ യൂട്യൂബർമാർ കയറിയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ ആളിനായാലും ശരി, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കള്ളം അറിയില്ലല്ലോ. പാവങ്ങൾ സത്യം പറയുന്നു. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവർ പറയുന്നു, അയ്യോ ലാലുമോ നന്നായിരിക്കട്ടെ, പുണ്യം വരട്ടെ, മറ്റത് വരട്ടെ, മറിച്ച് വരട്ടെ എന്നൊക്കെ പറയുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ട ഞാൻ ലാലുമൻ ഇനി കണ്ട കാലെ പിടിച്ച് സംസാരിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ ചോദിക്കുന്നവൻ വിവരം കെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ അവരതിന് മറുപടി പറയുമ്പോൾ അത് വിവരക്കേടായി മാറും. ഇപ്പം തന്നെ താങ്കൾ ഡ്രൈവറായിരുന്നു 10-28 വർഷം. സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്ന് ആരൊക്കെ പറയുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുക. ഇവിടെ വന്ന് ഒരുപാട് ആഹാരം കഴിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അവർ പറയുന്നു, ഇവിടെ വന്ന് മീനും മരിച്ചിനിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട്, അതായത് വാക്കകത്ത് കോലിട്ട് കുത്തിയിട്ട് അവരെ കൊണ്ട് മറുപടി പറയിച്ച് ഇങ്ങനെ കുറേ പ്രോഗ്രാം. അപ്പോൾ എന്ത് ഗുണമെന്ന് പറഞ്ഞാൽ, ഇനി മോഹൻലാലിനെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഈ ഡ്രൈവറെ കണ്ടാൽ അദ്ദേഹം മുഖത്ത് നോക്കില്ല. പക്ഷേ എന്നാൽ ആ ഡ്രൈവർ ഒരു സാധുവാണ്, അയാളെ കൊണ്ട് പറയിക്കുന്നതാണ് അവന്മാർ, ഈ യൂട്യൂബർമാർ. ചില നേരത്ത് തോന്നും ഈ പണി അവസാനിപ്പിക്കണമെന്ന്. കാരണം നമുക്ക് കൂടി നാണക്കേടാണെന്നേ യൂട്യൂബിൻ്റെ പേരും പറഞ്ഞ് നടന്നിട്ട് പത്രപ്രവർത്തൻ്റെ ഗമയിലൊക്കെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കാണാം. ഈ ചെവര് കണ്ടോ, പെയിൻ്റ് അടിച്ചിട്ട് എത്ര കാലമായി, കട്ടിൽ കണ്ടോ, പ്ലൈവുഡെല്ലാം ഇളകി കിടക്കുന്നു, വല കയറി മാറാല കയറി എന്ന് മോഹൻലാൽ വലയടിക്കാൻ ചെല്ലൂ? അല്ലെങ്കിൽ ഡ്രൈവറായിരുന്ന ആളിൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ ചെല്ലൂ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുതിയ കട്ടിൽ വാങ്ങാൻ ചെല്ലൂ? ഇപ്പം മോഹൻലാൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞിട്ട്, തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് മുഴുവൻ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് മോഹൻലാലിനെ പോയി കണ്ടിട്ട് ഇല്ലായ്മയും അല്ലായ്മയും പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം വലിയ സഹായിക്കും. ആന്റണി ചേട്ടൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് പറയും. പക്ഷേ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ ആളൊരു അഭിമാനിയാണ്. അപ്പോൾ ഒരിക്കലും അയാൾ മോഹൻലാലിനെ കണ്ടാൽ ജീവിക്കാൻ നിവൃത്തിയില്ല, എന്തെങ്കിലും തരണമെന്ന് പറയില്ല. പക്ഷേ യവന്മാർ യൂട്യൂബർമാർ പറയിച്ച് അടങ്ങും. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ പടം ഞാൻ തിയേറ്ററിൽ കണ്ട്, MP തിയേറ്ററിലായിരുന്നു. ഇപ്പോൾ 24 കിടക്കുന്ന 24ൻ്റെ ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്ന അത് MP തിയേറ്ററായിരുന്നു. നമ്മളെ ശങ്കർ മോഹൻ എന്ന് പറഞ്ഞ ശങ്കർ രാമകൃഷ്ണൻ ഇല്ലേ, സ്ക്രിപ്റ്റ് റൈറ്റർ, അയാളുടെ അമ്മയുടെ അച്ഛൻ്റെ വകയായിരുന്നു MP നാരായണൻ നായരുടെ. അവിടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചാല വഴി നടന്നു പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കായി. യാദൃച്ഛമായിട്ട് നോക്കുമ്പോൾ ഒരു നീല അംബാസഡർ കാർ, സ്കൈ ബ്ലൂവിലുള്ള ഒരു അംബാസഡർ കാറിൽ ഒരു ഡ്രൈവർ ഓടിക്കുന്നു, മുന്നിൽ മോഹൻലാലിൻ്റെ അച്ഛൻ ഇരിക്കുന്നു. മോഹൻലാൽ വളരെ നിസ്സംഗനായി പുറകെ ഇരിക്കുന്നു. തുടക്കമായല്ലേ ഉള്ളൂ. എനിക്ക് കൗതുകം തോന്നി, കാരണം നമ്മൾ കണ്ട പ്രഭയെ വിരട്ടിയ നരേന്ദ്രനാണല്ലോ ഈ ഇരിക്കുന്നതെന്ന്. എന്താ പറയുക, നനഞ്ഞ പൂച്ചയെ പോലെ ഇരിക്കുന്നു അദ്ദേഹം. അങ്ങനെ ഒരു നീല കാർ അവർക്കുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോകുമ്പോഴും കണ്ടിട്ടുണ്ട്. അച്ഛൻ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ, സ്വാഭാവികമായും വീട്ടിലൊരു ഡ്രൈവറെ വെച്ചിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എവിടെയെങ്കിലും പോകാനോ, കുട്ടികളെയും കൊണ്ട് മക്കൾക്കൊക്കെ എവിടെയെങ്കിലും പോകാനോ. പക്ഷേ ആ സമയമായപ്പോഴേക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് മോഹൻലാലിനൊക്കെ ബൈക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ MG കോളേജിൽ പഠിക്കാൻ വരുന്നപ്പം ബസ്സിൻ്റെ ഫുട് ബോർഡിൽ നിന്ന് മോളിൽ കയറില്ലായിരുന്നു അവരുടെ ഒരു ഗ്യാങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവറും കാറും ഒന്നും അവർക്ക് ആവശ്യമില്ല. കാരണം ഈ 2 മക്കളും അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നാലും മോഹൻലാലിൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വകാര്യമായി എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഈ അംബാസഡർ കാർ എടുത്തിട്ടത്. അതിനൊരു സ്വാഭാവികമായിട്ടൊരു ഡ്രൈവറും ഉണ്ടാവും. തലസ്ഥാനവാസികൾ മിക്കവാറും മോഹൻലാൽ സിനിമാ നടനായ ശേഷം, എസ്റ്റാബ്ലിഷ് ആയ ശേഷം ആ കാർ കണ്ടിരിക്കും പലതവണ. ആ കാർ ഓടിച്ചിരുന്നത് പള്ളിച്ചലിലുള്ള മോഹനൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ്. ഒരു പാവസാധു മനുഷ്യൻ, ഇപ്പം നല്ല അവശനൊക്കെ ആയി. മോഹൻലാലിന് 5 വയസ്സുള്ളപ്പോൾ മുതൽ 28 വയസ്സ് വരെ, 28 വർഷം വരെ അദ്ദേഹം മോഹൻലാലിൻ്റെ കാർ ഓടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ മോഹൻലാലിന് 5 വയസ്സ് മുതൽ 28 വർഷം അദ്ദേഹം കാർ ഓടിച്ചു എന്ന് പറയുന്നു.
ഞാനാണ് എൻ്റെ നെഞ്ചിലിട്ട് ലാലുവിനെ വളർത്തിയെന്നും അദ്ദേഹം പറയുന്നു. കൊച്ചുകുട്ടിയാകുമ്പോൾ നെഞ്ചിലിട്ടിരിക്കാം. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വേറെ ആരെങ്കിലുമാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ എൻ്റെ മടി കയറിയിരിക്കും ലാലു, അപ്പോൾ ഞാൻ ഇങ്ങനെ നെഞ്ചിലിട്ട് ഉറക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ മോഹൻ എന്ന് പറഞ്ഞതിൻ്റെ ഭാര്യ വിജയകുമാരി പറയുന്നു, ലാലുവിൻ്റെ വീട്ടിലെ ഡ്രൈവറായിരുന്ന കാലത്ത് ലാലുവും പ്യാരിലാലിൻ്റെ ആദ്യ ഭാര്യയൊക്കെ പലതവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു കൊച്ചു വീടാണ്. മരിച്ചീനിയും മീനും പലവട്ടം ലാൽ കഴിച്ച് നല്ല രുചിയുള്ള ഭക്ഷണമെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഒരു തീറ്റപ്രിയനാണല്ലോ മോഹൻലാൽ. മമ്മൂട്ടിയെ പോലെ സെലക്റ്റീവായ ഭക്ഷണമോ അല്ലെങ്കിൽ വളരെ യേശുദാസിനെയൊക്കെ പോലെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ. ശരീരം അങ്ങനെ നോക്കുന്ന ഒരാളല്ല മോഹൻലാൽ. നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ ഒരാളാണ്. 28 വർഷത്തിന് ശേഷം ജോലിയിൽ നിന്നും സ്വയം ഒഴിവായതാണെന്നും അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടതല്ല, ഞാൻ മതിയാക്കുന്നു. എന്നിട്ട് അദ്ദേഹം സ്വന്തമായി ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. അത് നടത്തിയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നു. ഭാര്യ വിജയകുമാരിയുടെ പേരിലാണ് ആ ഡ്രൈവിംഗ് സ്കൂളിലെ കാറിൻ്റെ ലൈസൻസ് എടുത്തിരുന്നു എന്ന് പറയുന്നു. മാരുതി കാറാണെന്ന് പറയുന്നു. അത് അപ്പുറത്ത് കിടപ്പുണ്ടെന്നും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. എന്നാലും ഈ യൂട്യൂബർമാർ ചോദിക്കണം, പക്ഷേ പെയിൻ്റ് അടിച്ചിട്ടില്ല, കട്ടിലില്ല, പ്ലൈവുഡ് ഇളവിയല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മോഹനോ വിജയകുമാരിയോ മോഹൻലാലിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മ എന്നിവരെക്കുറിച്ചോ ഒരു പരാതിയും പറയുന്നില്ല അതിൽ. പക്ഷേ ഇവന്മാർ പറയിച്ചേ അടങ്ങൂ എന്നുള്ളതാണ്. ഡ്രൈവിംഗ് പഠിപ്പിച്ച് പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് മോഹൻലാൽ കണ്ടാൽ, ഈ ജോലിയൊക്കെ മതിയാക്കിയ ശേഷം അദ്ദേഹം ഡ്രൈവിംഗ് സ്കൂൾ നടത്തുമ്പോൾ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന കാറ് കണ്ടാൽ മോഹൻലാൽ നിർത്തി അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുമെന്നും സൂക്ഷിച്ച് പഠിപ്പിക്കണം, വല്ലയിടത്തും കൊണ്ട് ഇടിക്കരുതെന്നൊക്കെ സ്വതസിദ്ധമായ തമാശയിൽ പറയുമെന്നാണ് ഈ കുത്തിത്തിളപ്പ് നടത്തുന്ന ചാനലുകാരോട് മോഹൻ പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മോഹൻലാൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. എവിടെ വെച്ച് കണ്ടാലും കുസൃതി കലർന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടേ പോകാറുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഈ ഡ്രൈവറെ കണ്ടുപിടിച്ച് കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നവന്മാർ, വരൂ ഈ വീട് കാണൂ, മാറാലയും പുകയും അടിച്ച ചുമര് കാണൂ. എടാ, മാറാലയും പുകയും അടിച്ചാൽ അത് ആ വീട്ടുകാർ ശ്രദ്ധിക്കാത്തുണ്ടല്ലേ. അല്ലെങ്കിൽ വിറയിലൊക്കെ കത്തിക്കുമ്പോൾ മാറാല പിടിക്കും. അത് ആഴ്ച തോറും ഒന്ന് തൂത്ത് തുടക്കുകയൊക്കെ ചെയ്താലേ അതിൽ വൃത്തിയുണ്ടാവും. അദ്ദേഹം കിടക്കുന്ന പ്ലൈവുഡ് കട്ടിലിൻ്റെ പ്ലൈവുഡ് ഇളവി കിടക്കുന്ന കാണൂ എന്ന് പറഞ്ഞ് ക്യാമറമാൻ്റെ പറയുന്നുണ്ട്, ആ പ്ലൈവുഡിലോട്ട് പോട്ട് ക്യാമറ, അച്ഛൻ്റെ മുഖത്തേക്ക് പോകും ക്യാമറ എന്നൊക്കെ പറഞ്ഞ്. എന്തിനെന്നറിയോ? അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നതൊന്ന് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ മോഹൻലാൽ സഹായിക്കാത്തതുകൊണ്ട് കരഞ്ഞു എന്ന് കാണിക്കാനാണ്. അങ്ങനെ എന്തെല്ലാമോ പറഞ്ഞിട്ട് അവസാനം വിജയകുമാരിയെ കൊണ്ട് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ ഡ്രൈവർമാരെ സഹായിക്കും എന്ന് പറയുന്നു. എനിക്ക് പൂജപ്പുരയുള്ള സുരേഷ് ഗോപിയുടെ കാർ ഓടിച്ച ഡ്രൈവറെ എനിക്കറിയാം. ഊട്ടിയിലൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടുന്ന് മീനും അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ വാങ്ങി ശർക്കരയൊക്കെ വാങ്ങി തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഒരുപാട് കഥകൾ ആ ഡ്രൈവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വീരസാഹസിക കഥകൾ. ഞാനത് പറയുന്നില്ല, പോട്ടെ. മോഹൻലാലിൻ്റെ ഭാര്യയും മക്കളും ഇവിടെ വരുമെന്ന് പ്രതീക്ഷയില്ല എന്നും അവർക്കൊണ്ട് പറയിക്കുന്നു. പ്യാരിലാലിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ വന്നു, പലവട്ടം വന്നു. മോഹൻലാലും പലവട്ടം വന്ന് കപ്പയും മീനുമൊക്കെ കഴിച്ചിട്ട് പോയി. പക്ഷേ മോഹൻലാലിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ വരുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല എന്ന് അവരെ കൊണ്ട് തന്നെ പറയിച്ചു. കാരണം ഇവർ ചോദിക്കുന്നുണ്ട്, മോഹൻലാലിൻ്റെ ഭാര്യയും മക്കളും ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറയും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ കേൾക്കുമ്പോൾ മോഹൻലാലിനെ കുറ്റം പറയുന്ന പോലെ തോന്നും. പറയിച്ച് സത്യത്തിൽ പാവം യുവമാർ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണെന്നോ ഇനി ലാലു കണ്ടാൽ ഈ കുത്തിത്തിരിപ്പ് കാരണം മുഖത്ത് നോക്കിയില്ല എന്നോ ഒന്നും ഓർക്കാതെ കപ്പയും മീനും തിന്നിട്ട് നന്നായി എന്ന് പറഞ്ഞ കഥയും പറഞ്ഞിരിക്കുന്നു. അരച്ചൊക്കെ ഇനി ഏതെങ്കിലും വീട്ടിൽ പോയി മോഹൻലാൽ കഴിക്കുമെന്ന് അരച്ചൊക്കെ ഈ പ്രോഗ്രാം കണ്ടാൽ ഇനി ഒരു വീട്ടിൽ പോയി ഒന്നും കഴിക്കില്ല. കാരണം നാളെ എച്ചി വർത്താനം പറയും എന്ന് പറഞ്ഞ് കഴിക്കില്ല. നമ്മളൊരു ആഹാരം കൊടുത്തിട്ട് അതൊക്കെ വിളിച്ചു പറയാമോ? പക്ഷേ ഈ മോഹനെ വിജയകുമാരി വിളിച്ചു പറഞ്ഞ എല്ലാവരെ കൂടെ പറയിച്ചതാണ്. മോഹനം പറയുന്നത്, ലാലു നല്ലവനാ, ഇവിടെ വന്നാൽ ഞാൻ ആ കാലുകളിൽ രണ്ടിലും പിടിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ യൂട്യൂബർമാർക്ക് മനസ്സിലാവുന്നില്ല. ലാലു നല്ലവനാണ്, എന്നെ അന്വേഷിച്ച് ഇവിടെ വരണമെങ്കിൽ ഞാൻ ആ 2 കാലിലും അദ്ദേഹം പിടിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ കോല് പിടിച്ച് നിൽക്കുന്ന മഹാൻ പറയുന്നു, അച്ഛാ, എല്ലാവരും കയറി അച്ഛനെ വിളിക്കും, അച്ഛാ, അച്ഛൻ്റെ കണ്ണുകൾ നിറയുന്നു, ക്യാമറ അച്ഛൻ്റെ ക്ലോസപ്പിലേക്ക് പോകൂ. അതുകൊണ്ട് ഫ്രെയിമിൽ അവൻ പറയണത്, അവൻ ഓർഡറുടെയാണ്, അച്ഛൻ്റെ കണ്ണ് നിറയുന്നതിൻ്റെ ക്ലോസപ്പിലേക്ക് പോകാൻ. പാവം ആ മനുഷ്യൻ മൂക്ക് ചീറ്റുന്നു, മുഖം തുടയ്ക്കുന്നു. അതൊക്കെ അവന്മാർ ഒപ്പിയെടുത്ത് ഇതിലിടുമ്പോൾ ഇത്രയും മതി യൂട്യൂബുകാരന്. അപ്പോൾ കാണുന്ന വിവരദോഷികൾ അതിൻ്റെ താഴെ എഴുതും, മോഹൻലാലേ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ ഞങ്ങൾ കരുതിയത്, താൻ ഇത്ര നീചനാണോ ദുഷ്ടനാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ഇട്ടിട്ടുണ്ട്. യവനൊക്കെ 10 പൈസ സഹായിക്കില്ല. പക്ഷേ കമൻ്റ് ഇടാൻ യാതൊരു മടിയും ഇല്ലാത്തവരാണ്. തെറി എഴുതാൻ വളരെ സന്തോഷമാണല്ലോ. അത് മിക്കവാറും ഫേക്ക് ഐഡിയുമായിരിക്കും. മോഹൻലാലിന് 5 വയസ്സുള്ളപ്പോഴാണ് ഞാനവിടെ ഡ്രൈവറായി വന്നതെന്ന് മോഹനൻ തന്നെ പറയുന്നു. അന്നപ്പോൾ
മോഹൻലാൽ സിനിമാ നടനല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഒരു ബാലതാരം ഒന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായ വിശ്വനാഥൻ നായരുടെ പേഴ്സണൽ ഡ്രൈവറായിരുന്നു. അല്ല, മോഹൻലാലിൻ്റെ ഡ്രൈവറല്ല. ഇത് ജയൻ അച്ഛൻ എന്ന് പറയും പോലെയാണ്. മോഹൻലാലിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. 28 വർഷം മോഹൻലാലിൻ്റെ ഡ്രൈവറായിരുന്നു എന്നാണ് മോഹനൻ പറയുന്നത്. അതായത് മോഹൻലാലിന് 32 വയസ്സാകുന്നത് വരെ. മോഹൻലാലിനിപ്പോൾ 64 വയസ്സായി. അപ്പോൾ മോഹനൻ മോഹൻലാലിൻ്റെ വീട്ടിൽ ഡ്രൈവർ അല്ലാതായിട്ട് 32 വർഷമായി. നമ്മളിങ്ങനെ വേണം കണക്കുകളൊക്കെ നോക്കാൻ. മോഹൻലാലിന് 32 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അവിടുത്തെ ജോലി അവസാനിപ്പിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 64 എന്ന് പറയുമ്പോൾ 32 വയസ്സ് വീണ്ടും കൂടി. 32 വർഷമായിട്ട് ഈ ഡ്രൈവർ ഇദ്ദേഹം അല്ല. മോഹൻലാലിൻ്റെ വീട്ടിലെ ഡ്രൈവർ അല്ലാതാകാൻ കാരണം വിശ്വനാഥൻ നായർ മന്ത്രി ആർ ബാലകൃഷ്ണയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പേഴ്സണൽ മാനേജരോ എന്തോ ആയി, PS എന്തോ ആയി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലോ സെക്രട്ടറി ആയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റുന്ന 2 തവണ ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരുമ്പോഴും അദ്ദേഹം ലോ സെക്രട്ടറി ആകുമ്പോഴും അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ കാർ കിട്ടും. അപ്പോൾ ഈ അംബാസഡർ കാർ ഓടിക്കാൻ ഒരു ഡ്രൈവർ ആവശ്യമില്ല. ആ സമയത്ത് മോഹൻലാൽ സിനിമാ നടനായും പ്യാരിലാൽ എന്തോ ബിസിനസ്സുമായിട്ട് മാറി. സ്വാഭാവികമായും ഓടിച്ചിരുന്ന നീല അംബാസഡർ കാർ ഓർമ്മയ്ക്കായിട്ട് വീടിൻ്റെ പുറകിലെ ഗ്യാരേജിൽ കിടപ്പിലായിരിക്കും. മോഹൻലാലിൻ്റെ വീടിൻ്റെ പുറകിലൊരു ഗ്യാരേജ് ഉണ്ട്. ഞാൻ കൂടെ അതിൽ പോകുമ്പോൾ ചുമ്മാ എത്തി നോക്കും എത്ര വണ്ടി കിടക്കണം. അപ്പോൾ ഡ്രൈവർ വാസ്തവത്തിൽ ആവശ്യമില്ല. വിശ്വനാഥൻ നായരുടെ ഡ്രൈവർ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അച്ഛൻ്റെ ഡ്രൈവറായിരുന്നു മോഹനൻ എന്നേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം അല്ലാതെ ഇദ്ദേഹമാണ് മോഹൻലാലിൻ്റെ പേഴ്സണൽ ഡ്രൈവറായിരുന്നു, സെറ്റുകളിലെല്ലാം കൊണ്ടുപോയിരുന്നു എന്നൊക്കെ വെറുതെ പറയാമെന്നുള്ളേ ഉള്ളൂ. മോഹൻലാലും പ്യാരിലാലും മോഡൽ സ്കൂളിൽ പഠിക്കാൻ വന്നിരുന്നത് സൈക്കിളിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. MG കോളേജിൽ പോയിരുന്നത് ബൈക്കിലും ബസ്സിൻ്റെ ഫുട്ബോർഡിൽ തൂങ്ങിയും ആണെന്ന് നിരവധി കഥകളിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴെങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഡ്രൈവറാവുക? അതും 28 വർഷം. ഒരുത്തനെ ആരെ കൊണ്ടെങ്കിലും 4 തെറി വിളിപ്പിച്ചാൽ കാണാൻ 10 പേരെ കിട്ടും എന്ന ഈ കെട്ടകാലത്ത്, ഞാനങ്ങനെ പറയുള്ളൂ, ഈ കെട്ടകാലത്ത് മോഹനെ കരുവാക്കി പ്രേക്ഷകരെ കൊണ്ട് 10 തെറി എഴുതിച്ച് കളിക്കുകയാണ് ഇവിടുത്തെ ചില യൂട്യൂബർമാർ എന്ന് ഞാൻ പറയും. ഇവിടെ മറ്റൊന്നുകൂടി പറയണം. 1987 ഞാനന്ന് ഫിലിം നൈറ്റ് എന്ന് പറഞ്ഞ കോഴിക്കോട്ട് നിന്ന് ഇറങ്ങുന്ന ഒരു ദൈവാരിക, മാസത്തിൽ 2 എണ്ണം ഇറങ്ങുന്ന ദൈവാരികയുടെ തിരുവനന്തപുരം ലേഖകനായിരുന്നു. അപ്പോൾ ദേവസിക്കുട്ടി മുടിക്കൽ എന്ന് പറഞ്ഞ ആളായിരുന്നു എഡിറ്റർ, മാനി എഡിറ്റർ പ്രദീപ് മേനോൻ. അവരൊരു തീരുമാനമെടുത്തു, മോഹൻലാലിൻ്റെ ഒരു സ്പെഷ്യൽ ഇറക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സ്പെഷ്യൽ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാൽ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കവർ ചെയ്യണമല്ലോ. ആ ഭാഗ്യം കിട്ടിയത് എനിക്കായിരുന്നു. അതിനായി ഞാനും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ K. ശ്രീകുമാറും കൂടി 4 ദിവസം തിരുവനന്തപുരത്ത് മുടവമോളിലുള്ള മോഹൻലാലിൻ്റെ ഹിൽ വ്യൂ എന്ന് പറഞ്ഞ ആ വീട്ടിൽ അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യാനും വീടും ആൽബങ്ങൾ റീകോപ്പി ചെയ്യാനും ഒക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു. മോഹൻലാൽ സിനിമയിൽ വന്നിട്ട് അപ്പോൾ 7 വർഷം കഴിഞ്ഞു. ഞാൻ അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. ഇപ്പം ഞാൻ ഇതിൽ കാണിക്കാം, അത് ഞാൻ കള്ളമാണോ പറയുന്നത് നിങ്ങൾക്ക് നോക്കൂ. ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ ചന്ദ്രനോട് സംസാരിച്ചു. നടൻ ജനാർദ്ദൻ്റെ ഡ്രൈവറായാണ് ചന്ദ്രൻ സിനിമയിലെത്തിയത്. പിന്നെ ബഹദൂറിൻ്റെ ഡ്രൈവറായി. ഷൂട്ടിങ്ങിനിടയിൽ മോഹൻലാലിന് വീണ് കാലിന് പരിക്ക് പറ്റി റെസ്റ്റ് എടുക്കുന്ന കാലത്ത് മോഹൻലാലിൻ്റെ ഡ്രൈവറായി മാറുകയും പിന്നെ കുറേ കാലം ചന്ദ്രനായിരുന്നു മോഹൻലാലിൻ്റെ ഡ്രൈവർ. മോഹൻലാൽ കാർ എടുത്തപ്പോൾ താളവട്ടത്തിനായി കുറേ പേരെ മുട്ടയടിച്ചപ്പോൾ ഒരു രസത്തിന് ചന്ദ്രനും മുട്ടയടിച്ചു. ഞങ്ങൾ ചെല്ലുമ്പോൾ ചന്ദ്രൻ്റെ മുടി പൊടിച്ചു വരുന്നേ ഉള്ളൂ തലയിൽ. ഞങ്ങൾ ചെല്ലുമ്പോൾ അത് ഞാൻ ചോദിച്ചു ചന്ദ്രനോട്, ഇതെന്താ മുട്ടയടിച്ചേക്കണെന്ന് ഇടം പറഞ്ഞു. താളവട്ടത്തിൽ കുറേ മുട്ടയടിച്ചപ്പോൾ ഞാനും കൂടി കയറിയിരുന്ന് മുട്ടയടിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫിലിം നൈറ്റ് ടീം നേരിൽ കാണുകയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്ത ചന്ദ്രൻ മോഹൻലാലിൻ്റെ പേഴ്സണൽ ഡ്രൈവറായി അവിടെ ഉള്ളപ്പോൾ മോഹൻ എങ്ങനെ പേഴ്സണൽ ഡ്രൈവറായി എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല, അല്ലെങ്കിൽ മോഹൻലാലാണ് പറയേണ്ടത്. അതുപോലെ മോഹനൻ പറയുന്നു, ആൻ്റണിയെ ഞാനാണ് മോഹൻലാലിൻ്റെ ഡ്രൈവറാക്കിയത്. ആൻ്റണിയെ ഡ്രൈവറാക്കിയത് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാനാണെന്ന് ജീപ്പ് ഓടിച്ച് നടന്നവനെ കോടീശ്വരനാക്കിയത് ഞാനല്ലേ ലാലിൻ്റെ അടുത്ത് കൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയെന്ന് പറയുന്ന ഒരുപാട് പേരെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറയണേ, ആൻ്റണി ഞാനല്ലേ കൊണ്ടാക്കിയതെന്ന് പറയുന്ന ആൻ്റണിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ആൻ്റണി പറയുന്ന കഥയിൽ യവന്മാരാരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് സിനിമാ സെറ്റുകളിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കുട്ടപ്പനുണ്ടായിരുന്നു. കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ ബഹുമിടുക്കനുമാണ്, ഗജപോക്കരിയാണെന്ന് ഞാൻ പറയും. എന്തൊരു സ്നേഹമെന്നറിയാം എല്ലാവരോടും.
അപ്പോൾ കുട്ടപ്പനോട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് രാത്രി സുകുമാരി ചേച്ചിയെ അല്ലെങ്കിൽ ഉർവശിയെ കൊണ്ടുവന്ന് ഊട്ടിയിലാക്കണം, ഊട്ടി കയറ്റിക്കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു പോറലേൽപ്പിക്കാതെ അവരെ സുഖമായി കാറിനകത്തിട്ട് ഉറക്കി പറയുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഊട്ടിയിലെ ഏത് ഹോട്ടലാണോ അവിടെ കൊണ്ടാക്കുമായിരുന്നു കുട്ടപ്പൻ. അത്ര വിശ്വസ്തനും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന ആളായിരുന്നു. കുട്ടപ്പനെ മോഹൻലാൽ ഡ്രൈവറായിട്ട് വിളിച്ചു. പക്ഷേ കുട്ടപ്പൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരാളിൻ്റെയും കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഒരു സ്വതന്ത്രനായി ജീവിക്കണം എന്ന് വിചാരിച്ചിരുന്ന മനുഷ്യനാണ് കുട്ടപ്പൻ. കുട്ടപ്പൻ ആ ഓഫർ എന്തോ പറഞ്ഞ് ഉഴപ്പി, അതിന് പോയില്ല. എന്നിട്ട് കുട്ടപ്പൻ ചെയ്ത പണി ഞാൻ എൻ്റെ അറിവിൽ കുട്ടപ്പനാണ് എനിക്ക് പകരം. നമുക്ക് ആ കഴിഞ്ഞ പടത്തിന് ജീപ്പ് ഓടിക്കാൻ വന്ന ആൻ്റണി ഇല്ലേ, ജീപ്പ് ഓടിച്ചേ, എല്ലാം എടുക്കാൻ പയ്യനാണ്, അവനെ വയ്ക്കാം എന്ന് പറഞ്ഞ് മോഹൻലാലിന് സജസ്റ്റ് ചെയ്തത് കുട്ടപ്പനാണെന്ന് പറയുന്നു. ശരിയോ തെറ്റോ എന്ന് ചോദിക്കാൻ കുട്ടപ്പയില്ല. കാരണം കുട്ടപ്പൻ വീടുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ ആത്മഹത്യ കളഞ്ഞു. പക്ഷേ ആൻ്റണി പെരുമ്പാവൂരിനെ മോഹൻലാലിൻ്റെ ഡ്രൈവറാക്കിയത് മലയാള സിനിമയിൽ ഏറെക്കുറെ ഒരുമാതിരിപ്പെട്ട ആരുടെ ചോദിച്ചാലും പറയും ഞാനല്ലേ ഉണ്ടാക്കിയത്, അവന് നന്ദിയില്ലെന്നേ, അവൻ അതൊക്കെ മറന്നുപോയി, ഞാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വേറൊരുത്തും പറയും അവൻ അല്ലെന്നേ, ഞാനാണ് ഉണ്ടാക്കിയത്, ഇങ്ങനെ പറയും. എന്തായാലും ഞാൻ ചന്ദ്രൻ്റെ കാര്യം സത്യസന്ധമായി ചന്ദ്രനുമായിട്ട് സംസാരിച്ചിട്ടാണ് അതിൻ്റെ ഫോട്ടോ അടക്കം വാർത്തയിട്ടത് നിങ്ങൾ കണ്ടത്. പൂജപ്പുര മൈതാനിയിൽ ബോൾ പറക്കാൻ നടന്ന പയ്യനല്ലേ മോഹൻലാൽ എന്ന് ചോദിക്കുന്നവരിപ്പോഴും പൂജപ്പുരയിലുണ്ട്. പൂജപ്പുരക്കാർ പറയാറുണ്ട് അഭിമാനത്തോടെ, ഇന്ന് മോഹൻലാലിന് പന്ത് ഉറക്കാൻ വരാൻ പറ്റുമോ, അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും സ്വകാര്യമായി സിന്ധുവിനോട് പറയാറുണ്ട്, ഇപ്പോൾ റോഡേ ഉപ്പിട്ട് മണലിൽ വറുത്തെടുക്കുന്ന കപ്പലിൻ്റെ 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സിന്ധു കൂടെ തിന്നുകൊണ്ട് നടക്കും റോഡേ. ഞാൻ പറയും, ഇനി സിന്ധു ഈ പൂജപ്പുരയിൽ നിന്ന് മോഹൻലാലിന് മുടവുമുള്ളവർ ഇപ്പോൾ കപ്പലിൻ്റെ വാങ്ങി തിന്നുകൊണ്ട് നടക്കാൻ പറ്റും? പറ്റില്ല. മോഡൽ സ്കൂളിൻ്റെ അവിടുത്തെ തട്ടുകടയിൽ ചെന്നേ നന്നായിട്ട് തട്ടുദോശയും രസവടയും ഒക്കെ കയറ്റി കഴിക്കുന്ന ആളാണ് ഞങ്ങൾ, ഓംലേറ്റും ഒക്കെ. ഞങ്ങളുടെ മോഹൻലാലിനൊരു തട്ടുകടയിൽ നിന്ന് ദോശ കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? കയറി കഴിക്കാം, പക്ഷേ അതിൻ്റെ ചുറ്റും ഒരു 100 എണ്ണം വന്ന് കൂടില്ലേ, പിന്നെ എങ്ങനെ സ്വസ്ഥതയോടെ ഇരുന്ന് കഴിക്കും? അതാണ് ഈ സിനിമാക്കാർക്കുള്ളൊരു പ്രശ്നം. അതുപോലെയാണ് ഈ പൂജപ്പുര മൈതാനത്ത് പന്ത് പറക്കാൻ നടന്നിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പം മോഹൻലാലിന് പന്ത് പറക്കാനല്ല, പന്ത് കളിക്കാൻ പോലും അവിടെ ചെല്ലാൻ പറ്റില്ല. അതുപോലെ പൊളിച്ചു കളഞ്ഞ സ്റ്റാച്യുവിലെ ഇന്ത്യൻ കോഫി ഹൗസ് മോഹൻലാലും ടീമും അവരുടെ തിരനോട്ടം എന്ന് പറഞ്ഞ സിനിമ അടക്കമുള്ള സിനിമാ ചർച്ചകൾ നടത്തിയിരുന്ന ഒരു കേന്ദ്രമായിരുന്നു. ഇപ്പോൾ മോഹൻലാലിന് അവിടെ പോയി ഇരിക്കാൻ നോക്കും. വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലിന് കൊതി തോന്നിയപ്പോൾ പാതിരാത്രി എന്തോ ഒരു സൈക്കിൾ ചവിട്ടി പുതിയ ഇന്ത്യൻ ഓഫീസിൻ്റെ മുന്നിൽ കൂടെയൊക്കെ ചവിട്ടുന്ന വാർത്ത വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞ വാരികി വന്നിരുന്നു. അതേ നടക്കുകയുള്ളൂ. ഡ്രൈവർ മോഹനം പറയുന്നത് അത്രയും ശരിയായിരിക്കാം. തൻ്റെ നെഞ്ചിൽ കിടത്തി 5 വയസ്സുകാരനെ ഉറക്കിയിരിക്കുകയും ചെയ്യാം എന്ന് കരുതി 64-ാം വയസ്സിലും പഴയ മോഹൻ മാമനെ തിരക്കി വരാനാകുമോ ഇന്നത്തെ നിലയിൽ മോഹൻലാലിന് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാലുവിന് വരാൻ കഴിയുമോ എന്ന് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. പക്ഷേ യൂട്യൂബർമാർ ഇങ്ങനെ വരും, ഇനിയും വരും. മോഹൻ്റെ വീട്ടിൽ ചെല്ലും, വിജയകുമാരിയെ കൊണ്ട് മരിച്ചിനിയും മീനും കൊടുത്ത കഥ പറയിക്കുകയും ചെയ്യും, എച്ചി വർത്താനങ്ങൾ പറയിക്കും, ഉറപ്പായിട്ട് പറയിക്കും. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നമ്മുടെ പ്രശസ്തനായ ഛായാഗ്രാഹകനായിരുന്നു. അല്ലെങ്കിൽ റിസ്കി ഷോട്ടുകൾ അദ്ദേഹം എടുത്തിരുന്ന പോലെ മനോഹരമായി ആരും എടുത്തിട്ടില്ല. ജെ വില്യംസ് ഇപ്പോൾ പഞ്ചാഗ്നി എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പെൺകുട്ടിയെ പട്ടികളെല്ലാം കൂടെ കടിക്കുന്ന ആ ഷോട്ട് എടുക്കാനായിട്ട് വില്യംസിൻ്റെ ദേഹത്ത് മുഴുവൻ പച്ച ഇറച്ചി വെച്ച് കെട്ടിയിട്ട് പട്ടികളെ അഴിച്ചു വിട്ടു. അവർ ഈ പച്ച ഇറച്ചി വലിച്ച് കാനം പിന്നെ എടുക്കുമ്പോൾ വില്യംസ് ഷൂട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ എത്ര ഉയരത്തിൽ പോയി കയറി തൂങ്ങിക്കിടന്ന് ഷൂട്ട് ചെയ്യാനോ കാറിൻ്റെ അടിയിൽ കെട്ടിവെച്ചാൽ അടിയിൽ കിടന്നുകൊണ്ട് ഷോട്ട് എടുക്കാനോ ഒന്നിനും ഒരു മടിയില്ലാത്ത ആളായിരുന്നു വില്യംസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തി വില്യംസ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് തമിഴ് യൂട്യൂബ് ചാനലുകൾക്ക് വളവള എന്നുള്ള ഡ്രസ്സുകൾ മാറി ഇരുന്ന് അഭിമുഖങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ചീട്ടിടുന്നല്ല, കോരച്ചേട്ടൻ്റെ ചീട്ട് പോലെ കുറേ ഫോട്ടോ വെച്ചിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ളൊരു ഫോട്ടോ എടുക്കുക. ഇതാര് മോഹൻലാല ഒരു കുറത്തെറി പറയുക. അപ്പോൾ തമിഴിലായതുകൊണ്ട് ഇനി മോഹൻലാൽ അറിയില്ല അല്ലെങ്കിൽ മലയാളികൾ അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിഞ്ഞത്. അവർ കണ്ണൂരുകാരി മലയാളിയാണ്, വില്യംസ് മലയാളിയാണല്ലോ. ഇപ്പോൾ സ്ഥിരം പരിപാടി ഈ ശാന്തി വില്യംസ് എന്ന് പറയുന്ന മഹതിയുടെ പ്രധാന പരിപാടി മോഹൻലാലിനെ തെറി വിളിക്കുക എന്നുള്ളതാണ്. ഏത് വിഷയത്തെക്കുറിച്ച് ശാന്തി സംസാരിച്ചാലും 2 കാര്യങ്ങൾ ഒഴിവാക്കുകയില്ല. ഒന്ന്, മോഹൻലാലിനെ മോശക്കാരനായി ചിത്രീകരിക്കുക. 2, താനൊരു സമ്പന്നയായ, വേണമെങ്കിൽ ഒരു പ്രഭുവിൻ്റെയോ രാജാവിൻ്റെയോ മകളായാണ് ജനിച്ചത്, വില്യംസ് ഒരു കുരങ്ങൻ എന്ന് പറയുക എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. ഭർത്താവ് 4 കുട്ടികൾക്ക് ജന്മം കൊടുത്ത ഭർത്താവിനെ വിളിക്കുന്ന കുരങ്ങൻ എന്നാണ്, കുരങ്ങൻ. എത്ര മോശം ചിന്താഗതിക്കാരിയാണ് ഈ സ്ത്രീ എന്ന്
അവിടെ വർത്തമാനങ്ങളിൽ നിന്ന് തന്നെ അറിയാം. ഞാനതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാരണം നമ്മളിനി വെറുതെ അവരെ കൊണ്ട് ഈ ഭർത്താവ് മരിച്ച സ്ത്രീ അവരെ പറയിച്ച് അവരെ കൊണ്ട് പ്രാക്ക് കേൾക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ തമിഴ് ചാനലുകളിൽ മോഹൻലാലിനെ താറച്ച് കാണിച്ചാൽ, വിജയകാന്ത് ദൈവമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തല അജിത്ത് നല്ല പയ്യനാണെന്ന് പറഞ്ഞാൽ, കമൽഹാസൻ എൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞാൽ, രജനിയെ വില്യംസ് പൊറുക്കി എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, തമിഴ് സിനിമയുടെ അവസരങ്ങളും സീരിയലുകളും യഥേഷ്ടം കിട്ടും എന്നായിരിക്കും ഈ എന്താ പറയുക മെട്ടിയോളി മാമിയാർ പറയുന്നു. മെട്ടിയോളി എന്ന് പറഞ്ഞൊരു സീരിയലിൽ അവർ അഭിനയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനത്ത് അവർ പറയും, എന്നെ എല്ലാവരും എവിടെ പോയാലും, തുണിക്കടയിൽ പോയാലും ഹോട്ടലിൽ പോയാലും അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും എന്നെ മെട്ടിയോളി മാമിയാർ എന്നാണ് വിളിക്കാറ്. ആയിക്കോട്ടെ, അതൊക്കെ വിളിച്ചോട്ടെ, മെട്ടിയോളിയോ എന്ത് മാമിയാരെന്ന് വിളിച്ചോട്ടെ. പക്ഷേ തമിഴിലെ യൂട്യൂബർമാർക്ക് അഭിമുഖം കൊടുക്കുമ്പോൾ രജനീകാന്തിനെയും വിജയകാന്തിനെയും കമൽഹാസനെയും മരിച്ചുപോയ ശോഭയും ഒക്കെ പുകഴ്ത്തി പറയുന്നതിനിടയിൽ മോഹൻലാലിനെ തെറി വിളിച്ചാൽ അതിനെന്തെങ്കിലും മൈലേജ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഞാനൊരു യഥാർത്ഥ 100% കറകളഞ്ഞ തമിഴത്തിയായി എന്ന് വിചാരിക്കാനാണോ, അതോ മോഹൻലാലിനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ഇങ്ങനെ തെറി പറഞ്ഞ് തീർക്കുന്നതാണെന്ന് എനിക്കറിയില്ല. ശാന്തി വില്യംസ് പറയുന്നത് ഞാൻ നമ്പ്യാരാണ്, അതുകൊണ്ട് നമ്മളവരെ ഇനി ശാന്തി വില്യംസ് എന്ന് വിളിക്കേണ്ട, കാരണം വില്യംസിനെ കുരങ്ങനെന്നാണ്. എത്ര മോശക്കാരനാവട്ടെ, എത്ര ബോറനാവട്ടെ, 4 കുട്ടികൾക്ക് ജന്മം നൽകിയ അകാലത്തിൽ മരിച്ചുപോയ മനുഷ്യനെ വിളിക്കുന്ന, ഭർത്താവിനെ വിളിക്കുന്ന കുരങ്ങനെന്നാണ്. അപ്പോൾ ഇവരുടെ ഒരു സംസ്കാരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ഞാനൊരു നമ്പ്യാരാണ് എന്നാണ് അവർ പറയുന്നത്. ഇവരും പ്രധാനമായി പറയുന്നത് മോഹൻലാലിന് താനും തൻ്റെ അമ്മയും ഇഷ്ടം പോലെ ചോറും മീനും വെച്ച് വിളമ്പി എന്നാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. കാണുന്നിടത്തെല്ലാം കയറി, അർഹതപ്പെടാത്തടത്ത് കയറി ആഹാരം കഴിച്ചാലുള്ള പ്രശ്നമാണെന്ന് എച്ചി വർത്താനം പറയും. ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറുകൈ അറിയരുതെന്നാണ് പറയാറ്. പക്ഷേ എച്ചി വർത്താനങ്ങളെ ഈ കൂട്ടങ്ങൾ പറയുള്ളൂ. ഞാനും എൻ്റെ അമ്മയും ഇഷ്ടം പോലെ മരിച്ചിനിയും ചോറും മീനും ഒക്കെ വെച്ച് മോഹൻലാലിന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ അച്ഛൻ്റെ ഡ്രൈവറുടെ ഭാര്യ വിജയകുമാരി പറയുന്നതും ലാലുവിന് കപ്പയും മീനും വെച്ച് വിളമ്പിയ കഥയാണ്. ഇനി ആരൊക്കെ ലാലിന് ചോറ് കൊടുത്ത കഥ യൂട്യൂബർമാരോട് പറയാൻ പോകുന്നു എന്ന് എനിക്കറിയില്ല. അത് ചിലരുടെ ശീലമാണെന്നേ. മോഹൻലാൽ ഇപ്പം വിചാരിച്ച് കാണും, പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാൻ മടിച്ചിട്ടോ വീട്ടിലെ ഭക്ഷണം കിട്ടുമോ എന്ന് തിരക്കി കാണും. കിട്ടിയാൽ കഴിക്കും, അത് സന്തോഷമായി എന്ന് പറയാം. ഇപ്പോൾ അശോകൻ്റെ ആചാര്യൻ എന്ന് പറഞ്ഞ സിനിമ നടക്കുമ്പോൾ വെട്ടുകാട് പള്ളിയിലാണ് ഷൂട്ടിങ്. പള്ളിയിൽ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് KP ഉമ്മറാണ്. തിലകൻ ചേട്ടനും ഉമ്മറുമായിട്ടുള്ള സീൻ എടുക്കുകയാണ്. ഉച്ചയ്ക്ക് 1:15 ആയി. ലൈറ്റപ്പ് കഴിഞ്ഞിട്ട് ഉമ്മർ സാറിനെ നോക്കണം, ഉമ്മർ സാറിനെ കാണാനില്ല. ഞാനിങ്ങനെ നടന്ന് അന്വേഷിക്കുകയാണ് എവിടെ ഉമ്മർ സാറിന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ദാ വീട്ടിലോട്ട് കയറിപ്പോണമെന്ന്. ഞാൻ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഉമ്മർ സാറ് ലോഹ ഊരി കസേരയിലിട്ടിട്ട് ഷർട്ടും പാൻറ്റും ഇട്ടിരുന്ന് കാര്യമായിട്ട് ചോറ് വാങ്ങിച്ച് തിന്നുകയാണ് ആ വീട്ടിൽ നിന്ന്. കടപ്പുറം ഏരിയ കൊണ്ട് ഇഷ്ടംപോലെ മീനുമൊക്കെ കിട്ടുമല്ലോ, ആസ്വദിച്ച് കഴിക്കുക. ഞാൻ നേരെ അടുത്ത് ചെന്നപ്പോൾ ആക്കി. ഞാൻ പറഞ്ഞു, അല്ല ഷോർട്ട് റെഡി. എന്ത് ഷോർട്ട് റെഡി? മണി എത്രയായി? ഞാൻ പറഞ്ഞു 1:20. നിങ്ങൾക്കൊക്കെ അൾസർ വരും, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. നമ്മളൊക്കെ ഇതിനിറങ്ങുന്നത് ആഹാരത്തിന് വേണ്ടിയല്ലേ. 1:20 നിങ്ങൾ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ട് പോകുന്നത് ശരിയാണോ? എന്തായാലും നിൽക്കൂ, ഞാൻ കഴിച്ചിട്ട് വരട്ടെ. ആ തിലകനോട് അവിടെ ഇരിക്കാൻ പറയും. ഉമ്മർ സാറ് അങ്ങനെ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ വെട്ടുകാട് പള്ളിയൊക്കെ അടുത്തുള്ള വീട്ടിലെ ആ സ്ത്രീ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ, ആ ഉമ്മറില്ലേ മരിച്ച വില്ലൻ എൻ്റെ വീട്ടിൽ വന്ന് ചോറുണ്ടിട്ടുള്ളതല്ലേ എന്ന് പറയില്ല. കാരണം അവർ അഭിമാനിയായിരിക്കും, അവർ പറയില്ല. അതുപോലെ സോമേട്ടൻ, MG സോമേട്ടൻ തിരുവല്ലയിൽ നിന്ന് എങ്ങോട്ട് തിരിച്ചാലും, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 10 വീട്ടിൽ വിളിച്ച് സോമേട്ടൻ വരുന്ന കാര്യം പറയും. ഒരു 10 പോലീസ് ഓഫീസർമാരെങ്കിലും, ഒരു 10 പട്ടാളക്കാരെയെങ്കിലും വിളിച്ച് പറയും ഞാൻ തിരുവനന്തപുരത്തേക്ക് വരികയാണെന്ന്. കൂട്ടത്തിൽ എന്നെയും പറയും. അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പണി നിർത്തി. കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ വന്നിറങ്ങുന്ന സോമേട്ടനെ വളയാൻ കേരളത്തിലെ തലപ്പൊക്കമുള്ള പോലീസ് ഓഫീസേഴ്സും പാങ്ങോട് മിലിറ്ററി ഓഫീസിലുള്ള പട്ടാളക്കാരൊക്കെ വന്നിരിക്കുന്നത്. അവരായിട്ടൊക്കെ കുശലം പറഞ്ഞിട്ട് വരിയായിട്ട് അവർ വന്ന കാറുകൾ, സോമേട്ടൻ്റെ കാർ മുമ്പേ പോകും, ബാക്കി കാറുകൾ പുറകെ പോകും മസ്കറ്റ് ഹോട്ടലിലേക്ക്. അപ്പോൾ സോമേട്ടൻ പറഞ്ഞ കാറിൽ എന്നെയും കൂടെ കയറ്റും. അവിടെ ചെന്നാൽ എനിക്ക് റോളൊന്നുമില്ല. സോമേട്ടൻ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞിരിക്കും മണിക്കൂറുകളോളം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ JC സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ ജീവപര്യന്ത് ശിക്ഷയ്ക്ക് വിധിക്കുമ്പോഴാണ് സോമേട്ടൻ ഈ പണി ചെയ്യുന്നത്. അയ്യോ ദിനേശ് അങ്ങനെ പോകരുത്, സോമുവിന് അതൊന്നും അറിയില്ല, സോമു ഇങ്ങനെ ആഘോഷിച്ച് നടക്കുന്ന ആളല്ലേ, നീ അവിടെ വെള്ളം അടിക്കാതെ നോൺ കഴിക്കാത്ത നീ അവിടെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല, പോകരുത് എന്ന് പറയും. അപ്പോൾ സോമേട്ടൻ വിളിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കള്ളം പറയുമായിരുന്നു. അപ്പോൾ സോമേട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ,
സോമേട്ടൻ തിരുവനന്തപുരത്തേക്ക് തിരുവല്ലയിൽ നിന്ന് തിരിക്കുമ്പം തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വീട്ടിൽ വിളിച്ചു, റെഡി ഞാൻ ഇന്ന് വൈകുന്നേരം അത്താഴം കഴിക്കാൻ അവിടെ വരും, കഞ്ഞിയും ചമ്മന്തിയും മുളക് ചുട്ട ചമ്മന്തിയും പയർ തോരനും ഉണ്ടാക്കി വയ്ക്കുക എന്ന് പറയും. മസ്കറ്റ് ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിലും സോമേട്ടൻ കാറെടുത്ത് ആ വീട്ടിൽ പോയി ചുട്ടരച്ച ചമ്മന്തിയും പയർ കറിയും കഞ്ഞി കുടിച്ചില്ലെങ്കിൽ സമാധാനം വരില്ല. പുള്ളി അതേ കഴിക്കും, അല്ല മസ്കറ്റ് ഹോട്ടലിൽ കിട്ടുന്ന വില കൂടിയ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ എത്രയോ വീടുകളിൽ നിന്ന് അദ്ദേഹം കഴിക്കുമായിരുന്നു. പക്ഷേ സോമേട്ടൻ കഴിച്ച ഒരു വീട്ടുകാരിയും എം ജി സോമ ഇവിടെ വന്ന് ചാളഞ്ചോറും അടിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അഭിമാനികളാണെങ്കിൽ പറയില്ല, വ്യക്തിത്വമുള്ളവരാണെങ്കിൽ പറയില്ല. ഇപ്പോൾ പ്രേം നസീർ സാറ് മദ്രാസിലാണ് ഷൂട്ടിങ്ങെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് വീട്ടിൽ നിന്ന് എല്ലാ നേരത്തെയും ഭക്ഷണം വരും. രാവിലെ കാപ്പി വരികയാണെങ്കിൽ ഒരു 5 പേർക്കെങ്കിലും ചുരുങ്ങിയത് 5 പേർക്ക് കഴിക്കാവുന്ന എണ്ണം കാണും. അദ്ദേഹം കൂടെയുള്ള സഹപ്രവർത്തകരെ വിളിച്ചിരുത്തി അവർക്ക് കൊടുത്ത് വിളമ്പി കൊടുത്തിട്ട് ബാക്കി അദ്ദേഹം കഴിക്കും. അത് ഉച്ചയ്ക്ക് ഊണായാലും ശരി, രാത്രി വൈകുന്നേരത്തെ വടയായാലും ശരി, എല്ലാം അങ്ങനെയാണ് അദ്ദേഹം ചെയ്യാറ്. നസീർ സാറിന് അവസരം കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹബീബ നസീറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളോ ഇതുപോലെ കണക്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഡാഡി മദ്രാസിലുള്ളപ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ജയഭാരതിക്കും ഷീലയ്ക്കും അടക്കം എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ആഹാരം കൊടുത്തിരുന്നത് അവരാരും പറഞ്ഞിട്ടില്ല. കാരണം അവർ മാന്യമായി ജീവിക്കുന്നവരായതുകൊണ്ട് അവർ പറഞ്ഞില്ല. അതുപോലെ എം ടി സാറ് അടിക്കടി തിരുവനന്തപുരത്ത് വരുമായിരുന്നു ആരോഗ്യമുള്ള കാലത്ത്. എന്നാൽ ലാറ്റക്സിലെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്, പൂജപ്പുര. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞ പോലെയാണ്, നാടൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 69-79 വേണ്ട 60. അപ്പോൾ ഏതെങ്കിലും പരിചിതർ, അപ്പോൾ എല്ലാവരുടെയും സ്വപ്നം എം ടി സാറ് എൻ്റെ വീട്ടിൽ വന്ന് കഴിക്കണമെന്നായിരിക്കുമല്ലോ. അങ്ങനെ അദ്ദേഹം പല വീടുകളിലും പോയി ആഹാരം കഴിക്കുമായിരുന്നു, നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ കഴിച്ചിട്ട് പോകുമ്പോൾ ആ വീട്ടുകാരനാണോ വീട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ പറയും, വാസുവേട്ടൻ ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു രാത്രി അത്താഴം കഴിച്ചത്. കഞ്ഞി കുടിച്ചിട്ട് ആ ചമ്മന്തിയുടെ രുചിയെക്കുറിച്ച് വാസുവേട്ടൻ പറഞ്ഞോണം കേൾക്കാനെന്ന് പറയും. ഇത് കേട്ട ആരോ എം ടിയോട് പറഞ്ഞു, ഇനി മേലാൽ വാസുവേട്ടൻ നിങ്ങൾ ആ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പോകരുത്. അവരിന്നലെ വാസുവേട്ടൻ അവിടെ പോയി കഞ്ഞി കുടിച്ചത് കാരണം ഇവന് കൊതിക്കറിവ് കാണും, ഇവൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ എന്ന്. അതോടുകൂടി അദ്ദേഹം ആ കഞ്ഞി കൂടി നിർത്തി. എം ടി വാസുദേവൻ നായർക്കോ മോഹൻലാലിനോ എം ജി സോമനോ ആഹാരത്തോടുള്ള ആർത്തി കൊണ്ടോ നക്കി നായന്മാർ ആയതുകൊണ്ടോ ആഹാരം കഴിച്ച് മതിയാകാത്തവന്മാർ ആയതുകൊണ്ടോ ഒന്നുമല്ല. ഹോട്ടലിലെ ഒരേ മണം ഒരേ രുചി അത് വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം. എണ്ണ കോരി ഒഴിച്ചുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഫുഡ് വേണ്ട, കുറച്ച് കാലം കൂടെ ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിലൊരു മടുപ്പ് വരുമ്പോഴായിരിക്കാം ഇങ്ങനെ പോയി ആഹാരം കഴിക്കുന്നത്. പക്ഷേ ഒപ്പം സ്നേഹപൂർവ്വം ലാലേ ഇന്ന് എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ വാസുവേട്ടാ ഇന്നത്തെ രാത്രിയിലെ കഞ്ഞി എൻ്റെ വീട്ടിൽ വന്ന് കഴിക്കണം എന്ന് ബഹുമാനത്തോടുള്ള ക്ഷണം കൊണ്ടായിരിക്കാം ഇവരൊക്കെ ചെല്ലുന്നത്. ഭക്ഷണപ്രിയനായിരുന്നു കെ പി ഉമർ, അതൊരു സത്യ. എന്ത് കിട്ടിയാലും ആസ്വദിച്ച് അദ്ദേഹം കഴിക്കുമായിരുന്നു. ഒരുപാട് സുഹൃത്ത് വലയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഏത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയാലും ഒരു ടിൻ ചോക്ലേറ്റുമായിട്ട് അദ്ദേഹം പോകും, വില കൂടിയ ചോക്ലേറ്റ്. ആ ചോക്ലേറ്റ് കൊണ്ടുവന്ന് ആ വീട്ടിലുള്ള എല്ലാവർക്കും അത് വീതിച്ച് കൊടുത്തിട്ടേ അവിടുന്ന് ഭക്ഷണം കഴിക്കുള്ളായിരുന്നു ഉമർ സാർ. ലോകം മുഴുവൻ മോഹൻലാലിനെ ആരാധിക്കും. ഞാൻ ബഹുമാനിക്കില്ല എന്നാണ് ശാന്തി നമ്പ്യാരുടെ തീരുമാനം. എന്തായാലും അവരെ ഞാൻ വില്യംസിനെ അങ്ങ് ഒഴിവാക്കുന്നു. കാരണം കുരങ്ങനെന്ന് വിളിക്കുന്ന ഒരാളിൻ്റെ പേര് ഇവരിപ്പോഴും ശാന്തി വില്യംസ് എന്നാണ് അറിയുന്നത്. അവർ നമ്പ്യാരെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ശാന്തി നമ്പ്യാർക്ക് കിട്ടട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ. അവർ പറയുന്നത് ലോകം മുഴുവൻ മോഹൻലാലിനെ ആരാധിക്കുമായിരിക്കും, ഞാൻ ബഹുമാനിക്കില്ല എന്നാണ് പറയുന്നത്. മോഹൻലാലിന് നിറയെ ആഹാരം വെച്ചു കൊടുത്ത ആ നന്ദിയില്ല എന്നാണ് അവർ പറയുന്നത്. മോഹൻലാൽ നന്ദിയില്ല എന്നാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ 2ാമത്തെ പടമായിരുന്നു ഹലോ മദ്രാസ് ഗേൾ. പ്രായമേറെ ആയതിനാലായിരിക്കണം ചിലപ്പോൾ ഈ ശാന്തി നമ്പ്യാർക്ക് ഓർമ്മക്കുറവ് വന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോഹൻലാലിൻ്റെ 2ാമത്തെ പടം ഹലോ മദ്രാസ് ഗേൾ അല്ല. പക്ഷെ അവർ കൃത്യമായിട്ട് പറയുന്നു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ വേഷം കഴിഞ്ഞ ഉടനെ ചെയ്ത 2ാമത്തെ ചിത്രമാണ് ജെ വില്യംസ് സംവിധാനം ചെയ്ത ഹലോ മദ്രാസ് ഗേൾ എന്ന് അവർ അടിച്ചു പറയുന്നു. വിലകുളിച്ചാതി എണ്ണ എന്ന് എന്തോ പറഞ്ഞ് ഏതോ ഒരു പടത്തിൽ നരസിംഹത്തിൽ മമ്മൂട്ടി പറയുന്ന ഒരു ടി പി മാധവനോട് പറയുന്നുണ്ട്, ഓർമ്മക്കുറവുണ്ടെങ്കിൽ വിലകുളിച്ചാതി എണ്ണ വാങ്ങിച്ച് തേക്കാൻ പറയുന്നത് പോലെ. അല്ലെങ്കിൽ ഇപ്പോൾ നവരത്ന എണ്ണ എന്ന് പറഞ്ഞൊരു നല്ല എണ്ണ കിട്ടും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേക്കാറുണ്ട്, തലയ്ക്ക് നല്ല കുളിർമ കിട്ടും. ഞാൻ പറയുന്നത് ഈ ശാന്തി നമ്പ്യാർ ആ എണ്ണ എത്രയും പെട്ടെന്ന് വാങ്ങിച്ച് തേക്കണമെന്നാണ്. കാരണം സ്വന്തം ഭർത്താവിൻ്റെ പടങ്ങളെക്കുറിച്ച് പോലും അവർക്ക് കൃത്യതയില്ല എന്നുള്ളതാണ് സത്യം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ് 24ാമത്തെ പടമാണ് ഹലോ മദ്രാസ് ഗേൾ.
അവർ പറയുന്നത് രണ്ടാമത്തെ പടം മോഹൻലാലിനൊരു ജീവിതം കൊടുത്തത് വില്യംസ് അല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. രണ്ടാമത്തെ പടം അല്ല, അത് വല്ല കണക്കറിനകത്തൂടെ പറയുന്നതായിരിക്കും നല്ലത്. 24ാമത്തെ പടമാണ്. 1983 ഹലോ മദ്രാസ് ഗേളിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോഴേക്കും മോഹൻലാൽ താരമായി കഴിഞ്ഞിരുന്നു എന്നെങ്കിലും ശാന്തി നമ്പ്യാർ ഓർക്കുന്നത് നല്ലതായിരിക്കും. ആദ്യ പടം വില്യംസിൻ്റെ പടത്തിൽ അഭിനയിച്ച കാളിയമർദ്ദനമാണ്. തമിഴന്മാരോട് പേശുമ്പോൾ ഹലോ മദ്രാസ് ഗേൾ എന്ന് പറഞ്ഞാൽ ഒരു ഗും കിട്ടും എന്ന് കരുതിയായിരിക്കണം ഇങ്ങനെ പേശിയത്. മദ്രാസ് ഉണ്ടല്ലോ ആ ടൈറ്റിലിൽ. കാളിയമർദ്ദനം മോഹൻലാൽ സിനിമയിൽ വന്നിട്ട് 3-ാം വർഷം 1982 ചെയ്ത ലാലിൻ്റെ 16ാമത്തെ സിനിമയായിരുന്നു. അതും 2ാമത്തെ സിനിമയല്ല, മോഹൻലാലിൻ്റെ 16ാമത്തെ സിനിമയായിരുന്നു കാളിയമർദ്ദനം. തള്ളിമറിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് അണ്ണാച്ചിമാർ മാത്രമല്ല, വിവരമുള്ള മലയാളിയും കേൾക്കും എന്ന സത്യം ആദ്യം ശാന്തി നമ്പ്യാർ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടോ നമ്പ്യാരെ, ഇങ്ങനെ വിവരക്കേടുകൾ പറയുമ്പോൾ അത് അണ്ണാച്ചിമാരല്ല കൂടുതലും കേൾക്കുന്ന മലയാളികളാണെന്നും കൂടി നിങ്ങൾ പഠിക്കുക. കാളിയമർദ്ദനം വരുമ്പോഴേക്കും മോഹൻലാൽ അറിയപ്പെടുന്ന നടനായി കഴിഞ്ഞു. തകിലുവട്ടാമ്പറം, തേനും വയ്യുമ്പോൾ, അഹിംസ, മദ്രാസ് ലെമോൻ, പടയോട്ടം, കേൾക്കാത്ത ശബ്ദം, എനിക്ക് ഒരു ദിവസം തുടങ്ങി ശ്രദ്ധേയമായ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട ശേഷമാണ് വില്യംസിൻ്റെ കാളിയമർദ്ദനം എന്ന കൂതറ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കാൻ വന്നത്. അല്ലാതെ ജെ വില്യംസിൻ്റെ ഔദാര്യമോ മോഹൻലാലിനെ എന്താ പറയുക വളർത്താനൊന്നും അദ്ദേഹം സിനിമ എടുത്തിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞ് മോഹൻലാൽ പോയി ചെയ്തിട്ടുണ്ടെന്നുള്ള അല്ലാതെ മോഹൻലാൽ രക്ഷപ്പെടാൻ വേണ്ടി വില്യംസും ശാന്തി നമ്പ്യാരും കൂടി ഒരുപാട് സഹായിച്ചു എന്നൊന്നും ഇനി തള്ളി മറക്കരുത്. പ്രേം നസീറിനെ വെച്ച് മിസ്റ്റർ മൈക്കിൾ പോലുള്ള തട്ടുപൊളിപ്പൻ സിനിമകൾ എടുത്ത വില്യംസ് മോഹൻലാലിനെ ഇട്ടാൽ വിറ്റെടുക്കാം എന്ന നില ഉള്ളതിനാൽ മാത്രമാണ് അദ്ദേഹത്തെ വെച്ച് സിനിമകൾ ചെയ്തത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് ചെയ്യാത്തത്. അതുപോലെ കാളിയമർദ്ദനവും ഹലോ മദ്രാസ് ഗേളും ജീവൻ്റെ ജീവനും ഒക്കെ വില്യംസിൻ്റെ എന്താ പറയുക സ്വഭാവം ഇഷ്ടമായതിനാൽ വില്യംസിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ശാന്തി പറയും പോലെ ഒന്നും ആയിരിക്കില്ല, വില്യംസിന് ചിലപ്പോൾ മോഹൻലാലിന് വലിയ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ ജീവൻ്റെ ജീവനും കാളിയമർദ്ദനവും ഹലോ മദ്രാസ് ഗേളും ഒക്കെ മോഹൻലാൽ ചെയ്തത്. വില്യംസ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞായിരിക്കും അദ്ദേഹം ഡേറ്റ് കൊടുത്തത്. അല്ലാതെ മോഹൻലാലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വില്യംസ് സിനിമ എടുത്തു, മോഹൻലാലിന് നായക വേഷം കൊടുത്തു അല്ലെങ്കിൽ വില്ലൻ വേഷം കൊടുത്തു എന്നൊന്നും പറഞ്ഞു കളയരുത്. പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ, തമിഴ് ചാനലുകളിൽ പറഞ്ഞു. പക്ഷേ അത് മലയാളികൾ കേൾക്കും, അവർ മണ്ടന്മാരല്ല എന്നുള്ള ബോധം ഇനിയെങ്കിലും ശാന്തി നമ്പ്യാർക്ക് ഉണ്ടായാൽ നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കയറി വരും, കാരിയറും തൂക്കിയും വരും. ചിലപ്പോൾ ഇങ്ങനെയൊന്നും പുച്ഛത്തോടെ പറയരുതേ. എന്താ മോഹൻലാൽ ആഹാരമില്ലാതെ കിടക്കണം? അയാൾ സിനിമാ നടനായില്ലെങ്കിൽ പോലും എന്താ പറയുക, ഒരു ലോ സെക്രട്ടറി ആയിരുന്ന ആളിൻ്റെ മകനാണെന്നേ. അയാൾ സിനിമാ നടനാകുന്നതിന് മുമ്പേ മുടമുകളിൽ നല്ല 2 നില കെട്ടിടത്തിൽ AC റൂമിൽ അന്തസ്സായിട്ട് കിടന്ന് ഉറങ്ങിയിരുന്ന പയ്യനാണ്. ഞാൻ ഈ മോഹൻലാൽ സ്പെഷ്യൽ ചെയ്യാൻ പോയപ്പോൾ മോഹൻലാലിൻ്റെ ബെഡ്റൂം ഷൂട്ട് ചെയ്തു, ചില പടങ്ങളെടുത്തു. അവിടെ AC ഒക്കെ വെച്ച് സുഭിക്ഷമായിട്ടുള്ള നല്ല വീടാണെന്നേ. അല്ലാതെ അയാളൊരു പിച്ചക്കാരനൊന്നുമല്ല. ഈ പറയുന്ന ശാന്തി വില്യംസിൻ്റെ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ശാന്തി നമ്പ്യാരെ വീട്ടിൽ ചെന്ന് ഏതാവ് താങ്കോ പശിക്കറ എന്നും പറഞ്ഞ് നടക്കുന്ന ആളൊന്നും അല്ല മോഹൻലാൽ. ഇത്രയും പറയരുത്. ഞാൻ കൂടി നിങ്ങളുടെ വീട്ടിൽ വന്നോട്ടെ എന്ന് തിരക്കിയാവില്ല മോഹൻലാൽ വില്യംസിൻ്റെ വീട്ടിൽ കരിയറും തൂക്കി വന്നത്. ഉറപ്പായും വില്യംസ് ക്ഷണിച്ച് കാണും. വാടാ, നല്ല കപ്പയും മീനും തരാം, എൻ്റെ അച്ചി അല്ലെങ്കിൽ അച്ചിയുടെ അമ്മ നന്നായിട്ട് വച്ച് തരുമെന്ന് പറഞ്ഞായിരിക്കും വില്യംസ് വിളിച്ചുകൊണ്ട് പോയത്. എല്ലാവരും ഇടാ വാടാ മറ്റവനെ മറിച്ചവനെ എന്ന് വിളിക്കുന്ന ആളാണല്ലോ വില്യംസ്. വന്നപ്പോൾ ശ്രീമതി നമ്പ്യാരെ ചെമ്മീൻ കറി ഉണ്ടോ എന്ന് മോഹൻലാൽ ചോദിച്ചിട്ടുണ്ടാവാം. ചോളയിൽ ചെന്ന് ചെമ്മീൻ പപ്പാസ് വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞാൽ ഒരു 5 കാറെങ്കിലും എടുത്ത് പോയി പപ്പാസ് വാങ്ങിക്കാൻ പോകുന്ന അത്രയും പ്രശസ്തനായ ശേഷമാണ് വില്യംസിൻ്റെ സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹാരം കാണാതെ കിടക്കുന്നത് കൊണ്ടല്ല വില്യംസിൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് മോഹൻലാൽ വന്നത്. അത് ശാന്തി നമ്പ്യാർ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ കൊട്ടാരത്തിൽ വന്ന് ആഹാരം കഴിച്ചത് മോശമായി പോയെന്ന് ഇപ്പോഴെങ്കിലും മോഹൻലാൽ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ ഓർക്കും. അല്ലെങ്കിൽ ആ തമിഴ് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിരുന്നെങ്കിൽ മോഹൻലാൽ ഓർക്കും, കണ്ടു നിറയാത്ത ഒരു കൂതറയുടെ വീട്ടിൽ പോയാണല്ലോ ഞാൻ ആഹാരം കഴിച്ചതെന്ന് ആലോചിച്ച് കാണും. സത്യം അതാകുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം മോഹൻലാലിനെ ഒരു തീറ്റിപ്പണ്ടാരമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 4 പടങ്ങൾ മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്ത കെട്ടിയോൻ മരിച്ചപ്പോൾ, നിങ്ങളുടെ ഭാഷയിൽ ചത്തപ്പോൾ, അവർ പറയുന്നത് ചത്തപ്പോഴെന്നാണ്, ചത്തപ്പോൾ മോഹൻലാൽ വന്നില്ല എന്നതാണല്ലോ നിങ്ങളുടെ അരിശം. ഭരണമായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ പറയും 4 പടത്തിൽ മോഹൻലാൽ വില്യംസിൻ്റെ അഭിനയിച്ചു. വില്യംസുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ആ നിലയ്ക്ക് വില്യംസ് മരിച്ചപ്പോൾ
മോഹൻലാൽ ഒന്ന് അന്വേഷിച്ച് പോകണമായിരുന്നു. പക്ഷേ നമുക്ക് പകുതിയല്ലേ അറിയാവൂ. ആ വില്യംസ് മരിക്കുന്ന കാലത്ത് മോഹൻലാൽ എവിടെയായിരുന്നു എന്ന് നമുക്കറിയില്ല. അതും കൂടി അറിഞ്ഞാലേ ഇതിൽ ഉത്തരം പൂർണ്ണമാവുള്ളൂ. അങ്ങനെയൊക്കെ പോകുന്ന ആളുമാണ് അദ്ദേഹം. ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. ചിത്രവും വന്ദനവും അമൃതംഗമയും ആട്ടയും ഒക്കെ എടുത്ത പി.കെ. എറപ്പിള്ള രോഗബാധിതനായി കിടന്നപ്പോഴും മരിച്ചപ്പോഴും മോഹൻലാൽ പോകാത്തതിനെതിരെ സംസാരിച്ച ആളാണ് ഞാൻ, സ്റ്റോർ ചെയ്ത ആളാണ് ഞാൻ. മറവി രോഗത്തിൽപ്പെട്ടപ്പോഴും മകൻ ഗോവയിൽ കൊല്ലപ്പെട്ടപ്പോഴും പി.കെ. എറപ്പിള്ള മറക്കാത്ത ഒരേ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, അത് ലാലുമോൻ എന്നായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മോഹൻലാൽ തൃശ്ശൂരിൽ ഷൂട്ടിങ്ങിനുണ്ടായപ്പോഴും ബീച്ച് വരെ ഒന്ന് പോയി പിള്ള സാറിനെ ഒന്ന് കാണാം എന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ ന്യായം കാണുമെന്നേ. അയാളങ്ങനെ എങ്ങും പോകാതിരിക്കുന്ന ആളൊന്നുമല്ല. പി.കെ. എറപ്പിള്ളയെ കാണാൻ പോകാത്തതിന് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ന്യായം കാണും. അതെന്താണെന്ന് നമുക്കറിയില്ല. അതുപോലെ അമ്മയുടെ സെക്രട്ടറി ആയിട്ട് ടി.പി. മാധവൻ മതി എന്ന് ആദ്യമായിട്ട് അമ്മ രൂപീകരിച്ചപ്പോൾ സെക്രട്ടറി ആയിട്ട് ടി.പി. മാധവൻ ചേട്ടൻ മതി എന്ന് പറഞ്ഞ ആളായിരുന്നു മോഹൻലാൽ. ടി.പി. മാധവനുമായി നല്ല ആത്മബന്ധവും മോഹൻലാലിനുണ്ടായിരുന്നു. അയാൾ കഥ എഴുതുകയാണ് എന്ന് പറഞ്ഞ പടം അല്ലെങ്കിൽ നാടോടിക്കാറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സിങ്ക് മനസ്സിലാക്കാം ഇവരുമുള്ള ബന്ധം. ടി.പി. മാധവൻ മരണത്തിൻ്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട് പത്തനാപുരം ഗാന്ധി ഭവനിൽ അഭയം തേടി. ഞാൻ കാണാൻ ചെന്നപ്പോൾ മാധവേട്ടൻ പറഞ്ഞ ഒരൊറ്റ ആഗ്രഹമായിരുന്നു, ലാലിനെ ഒന്ന് കാണണം. ഇതാണ് അദ്ദേഹം ആ പാടൻ്റെ പറഞ്ഞത്. വേറെ ആരെക്കുറിച്ചും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാനത് ഒന്നിലധികം പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമുകളിൽ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, ഞാനിതൊന്നും ഒളിച്ചു വയ്ക്കുന്ന ആളല്ല. എന്തുകൊണ്ടോ മോഹൻലാൽ പോയില്ല. അതിനും ഞാൻ പറയുന്നത്, അമ്മയുടെ സെക്രട്ടറി ആവാൻ മാധവേട്ടൻ മതിയെന്ന് ആദ്യ പേരുകാരനായി പറഞ്ഞ മോഹൻലാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനൂടെ നിരവധി സിനിമകളിൽ അഭിനയിച്ച മോഹൻലാൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ പോകാത്തത് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെതായ കാരണം കാണും. അതെന്താണെന്ന് നമുക്കറിയില്ല. ഇനി പോവുകയും വേണ്ട. കാരണം ടി.പി. മാധവൻ മറവി രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് പോയപ്പോൾ നല്ല അവശനായി. ആരെയും അറിയില്ല. എന്നോട് തന്നെ ചോദിക്കുകയാണ്, തിരുവനന്തപുരത്ത് പത്രത്തിലൊക്കെ എഴുതുന്ന ഒരു പയ്യൻ ഉണ്ടല്ലോ എന്ന്. ദിനേശിനെ മനസ്സിൽ വെച്ചാണ് ചോദിക്കുന്നത്. ദിനേശിനോടാണ് ചോദിക്കുന്നതെന്ന് പുള്ളിക്ക് അറിയില്ല. അതിൽ മോഹൻലാൽ സിന്ധുവിനെ ചോദിച്ചു, നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അത് പാവം അറിയില്ല. എൻ്റെ മകന് അഭിനയിച്ച് പോകുമ്പോൾ പൈസ കൊടുത്തപ്പോൾ എൻ്റെ മകനൊരു നല്ല പാൻറ്റും ഷർട്ടും വാങ്ങിച്ചു കൊടുക്കണം, ടീഷർട്ടും. കൊച്ചല്ലേ. അങ്ങനെ എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് പഴവങ്ങാടി വീരലക്ഷ്മണി കയറി വാങ്ങിച്ചു കൊടുത്തത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. പക്ഷേ ആ അച്ചു ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. എന്നാൽ മോഹൻലാൽ പലയിടത്തും പോകുന്നുണ്ട്, പലരെയും കാണുന്നുമുണ്ട്. അടുത്ത കാലത്ത് മോഹൻലാൽ പത്തനാപുരത്തിനടുത്ത് ഇലവന്തിട്ടയിൽ കുടുംബ വീട്ടിൽ വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. പോകും വഴി ഒരു 10 മിനിറ്റ് ഗാന്ധി ഭവനിൽ കയറി ടി.പി. മാധവൻ ചേട്ടനെ കാണാമായിരുന്നു. പക്ഷേ അദ്ദേഹം കണ്ടില്ല. നമ്മൾ പോണ വഴിയല്ലേ, ഒന്ന് കയറിക്കാം, ഒന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. അതെന്താണെന്ന് നമ്മൾ അന്വേഷിക്കരുത്. അത് അദ്ദേഹത്തിൻ്റെ പ്രൈവസിയാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അതിന് അദ്ദേഹത്തെ മോശം പറയണ്ട എന്നാണ് എൻ്റെ പക്ഷം. രക്തബന്ധത്തിലുള്ളവർ പോലും തിരിഞ്ഞു നോക്കാത്തിടത്ത് മോഹൻലാൽ പോയേ പറ്റൂ എന്ന് ശടിക്കുന്നത് ന്യായവുമല്ല. മാധവേട്ടൻ്റെ രക്തബന്ധത്തിൽ ഇവിടെ ഉണ്ടല്ലോ വഴുതക്കാട്ടൊക്കെ ഒരുപാട് പേര്, വലിയ വലിയ ആഢ്യ നായന്മാർ. ആരും പോകുന്നു മാധവേട്ടനെ അന്വേഷിച്ച്? ആരും പോകുന്നില്ല. അത് പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജെ. വില്യംസ് മരിച്ചിട്ട് വന്നില്ല എന്നാണ് ശാന്തി നമ്പ്യാരുടെ പ്രധാന പരാതി. ഞാൻ ശാന്തി നമ്പ്യാരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. മോഹൻലാലിൻ്റെ അച്ഛൻ മരിച്ചു, ജ്യേഷ്ഠൻ മരിച്ചു. വില്യംസോ ഈ പറയുന്ന ശാന്തി നമ്പ്യാരോ മോഹൻലാലിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ചെന്നോ? പറയൂ. രണ്ടുപേരും തിരുവനന്തപുരത്ത് മരിച്ചല്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ചെറുപ്പമല്ലേ, ചെറുപ്പകാലത്തല്ലേ മരിച്ചേ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. ശാന്തി വില്യംസ് ഒരു ടെലഗ്രാമെങ്കിലും ചെയ്തോ? അല്ലെങ്കിൽ ഒന്ന് ഫോണിൽ വിളിച്ച് മോഹൻലാലിനെ ആശ്വസിപ്പിച്ചോ? അപ്പോൾ ഒരു പാലമിട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഞങ്ങൾ പോവില്ല എങ്ങും, പക്ഷേ ഞങ്ങളെ തേടി വരണം എന്നത് ഇരട്ടത്താപ്പാണ് മാഡം എന്നാണ് ശാന്തി നമ്പ്യാരോട് എനിക്ക് പറയാനുള്ളത്. അടുത്ത പരാതി, വില്യംസ് നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെറ്റിൽ ലാലിന് കൊടുക്കാനുള്ള 60,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ആ കാശുമായിട്ട് അതൊരു സ്വർണം, അവരെ മാലയോ വളയോ ഒക്കെ പണയം വെച്ച് ആ പൈസയുമായിട്ട് നിറവയറോടെ ചെന്നപ്പോൾ ഏതോ ഒരു മകൻ വയറ്റിലുള്ളപ്പോഴാണ് ചെല്ലുന്നത്. എന്തിനാ ചേച്ചി ഇങ്ങനെ വന്നതെന്ന് മോഹൻലാൽ ചോദിച്ചത്രേ. അതയാളുടെ മര്യാദ. അങ്ങനെയല്ലേ ശാന്തി നമ്പ്യാരെ കാണേണ്ടത്. നിങ്ങൾ നിറവയറുമായിട്ട് അയാൾക്ക് കൊടുക്കാനുള്ള പൈസയും കൊണ്ട് കയ്യിലും കാതിലും ഒക്കെ കിടന്നതിനെ പണയം വെച്ച് ആ പൈസയും കൊണ്ട് ചെല്ലുമ്പോൾ ചേച്ചി എന്തിനാ ചേച്ചി ബുദ്ധിമുട്ടി വന്നത്? നാളെ വലിയേട്ടൻ വരുമ്പോൾ കൊടുത്തേച്ചാൽ പോരായിരുന്നു. അങ്ങനെ അതും അവരൊരു പരാതിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഒന്നാമത് കയ്യിൽ കാശില്ലെങ്കിൽ സിനിമ എടുക്കാൻ പോകില്ലെന്നേ. എന്തിനാ കാശില്ലെങ്കിൽ സിനിമ എടുക്കാൻ പോണേ? എൻ്റെ സ്വർണം കയ്യിലും ദേഹത്തുമൊക്കെ കിടന്ന, കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ കിടന്ന് പണയം വെച്ച്
വയറോടെ ഞാൻ 60,000 രൂപ കൊണ്ട് ചെന്നപ്പം ഇതെന്തിനാണ് ചേച്ചി ഇപ്പോൾ ഈ പൈസയായിട്ട് ചേച്ചി തന്നെ വന്നതെന്ന് ചോദിച്ചത്. അതും പ്രശ്നമാണെന്നേ. എന്നിട്ടോ അവർ പറയുന്നത് എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ശാന്തി നമ്പ്യാരെ കണ്ടു എന്ന്. ഈ വില്യംസൊക്കെ മരിച്ച ശേഷം മോഹൻലാൽ ഓടിക്കളഞ്ഞു എന്നാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഓടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ഓടണമെങ്കിൽ ഒന്നിയിൽ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതെ മുങ്ങി നടക്കുന്നവനായിരിക്കണം. എന്തായാലും മോഹൻലാൽ വില്യംസിനോടോ ശാന്തി നമ്പ്യാരോടോ കടം വാങ്ങിച്ചിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ്. അല്ലെങ്കിൽ കണ്ടാൽ എന്തെങ്കിലും മോശം പ്രവൃത്തി ചെയ്തിട്ട് കാണാതെ നടന്നിട്ട് കൺമുന്നിൽപ്പെട്ടവൻ ആയിരിക്കണം. എന്തായാലും ശാന്തി നമ്പ്യാരോട് മോശമായി വില്യംസിൻ്റെ ഭാര്യ എന്നുള്ള ബഹുമാനത്തോടെ അല്ലാതെ മോഹൻലാൽ കണ്ടിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മോഹൻലാൽ ആയതിനാൽ ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്നവനായിരിക്കണം. എങ്കിൽ ശരി, പറഞ്ഞ സമയത്തിന് ഡേറ്റ് തരാതെ അയാൾ മുങ്ങി, അയ്യോ അതാ ഞാൻ ഡേറ്റ് കൊടുത്ത ശാന്തി നമ്പ്യാർ വരുന്നു എന്ന് പറഞ്ഞ് മുങ്ങിയെങ്കിൽ ശരി. അപ്പോൾ ഇതൊന്നും മോഹൻലാൽ ചെയ്തിരിക്കാൻ ഇടയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ്. എന്നിട്ടും ലാൽ എന്തിനായിരിക്കും ഓടിക്കളഞ്ഞത്? ഇവർ പറയുന്ന ഭാഷ അനുസരിച്ച് മോഹൻലാൽ എന്തിനും ഓടി എന്ന് പറയേണ്ടതാണ്. ഈ അഭിമുഖങ്ങളിൽ പറയുന്ന തറ വർത്തമാനം പറയുമെന്ന് പേടിച്ചിട്ടാകാം മോഹൻലാൽ മാറിയതെന്ന് ഞാൻ പറയും. കാരണം ഇവർ ഒരു സംസ്കാരമില്ലാതല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ എടാ ലാലേ, നിനക്ക് ഞാൻ ചോറും കപ്പയും മീനുമൊക്കെ വെച്ച് തന്നതല്ലേ, നീ എൻ്റെ കെട്ടിയോൻ ആ കുരങ്ങൻ ചത്തപ്പോൾ വരാത്തെന്ന് ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ചോദിച്ചോളൂ, സ്ഥലകാല ബോധമില്ലാതെ. അങ്ങനെ ഒരു രംഗം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഇനി മോഹൻലാൽ വലിഞ്ഞാണെന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് പാലക്കാട്ട് ഏതോ ഒരു വർക്കിൽ മോഹൻലാൽ ഉണ്ടായിരുന്നത്രേ വില്യംസ് മരിക്കുമ്പോൾ. പാലക്കാട്ട് നിന്ന് കയറി വന്നൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാനാണെങ്കിൽ പറയും മനസ്സില്ല. അങ്ങനെ വരണമെന്നെന്തോ എന്തെങ്കിലും നിയമം എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ചല്ലോ നിങ്ങളോട്, ശാന്തി നമ്പ്യാരോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവായ വില്യംസോ മോഹൻലാലിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് വന്നോ? മദ്രാസിൽ നിന്ന് കയറി വരാമല്ലോ. മോഹൻലാലിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ വന്നോ? മദ്രാസിൽ നിന്ന് കയറി വരാമല്ലോ. വന്നോ? ഞങ്ങൾ വരില്ല, ഞങ്ങളെ കാണാൻ വരണം എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെയും ഫോൺ വിളിക്കുക പോലും ചെയ്തില്ല എന്നാണ് അവർ പറയുന്നത്. എന്താവും മോഹൻലാൽ ഫോൺ വിളിക്കാത്തത് എന്ന് നമുക്ക് തന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാം. പക്ഷേ മോഹൻലാൽ അങ്ങനെ ഫോൺ വിളിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. ഇവരെ വിളിച്ചാൽ ഇവർ സംസ്കാരമില്ലാതെ സംസാരിക്കുമെന്ന് വിചാരിച്ചായിരിക്കും. തറ വർത്താനം കേൾക്കണ്ട, വിളിച്ചത് അബദ്ധമായി എന്ന് വിചാരിച്ചായിരിക്കും അയാൾ വിളിക്കാത്തത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ കഴിഞ്ഞ നമ്മുടെ മഹാമാരി ഉണ്ടായല്ലോ, ലോകം മുഴുവൻ അടച്ചിട്ട കുറേ കാലം. ആ കെട്ട കാലത്ത് മോഹൻലാൽ മദ്രാസിലെ വീട്ടിലിരിക്കുന്ന സമയത്ത് തനിക്ക് പരിചയമുള്ള സകല സിനിമാക്കാരെയും മോഹൻലാൽ വിളിച്ച് കുശലങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്. കാശിന് ആവശ്യമുണ്ടോ എന്നും ചിലരോട് തിരക്കി. കാരണം വർക്കൊന്നും ഒരുപാട് കാലമായി വർക്കില്ലാതിരിക്കുന്നവരോട് അങ്ങോട്ട് ചോദിച്ചു, അല്ല ചേട്ടാ ഞാൻ എന്തെങ്കിലും കാശ് തന്ന് സഹായിക്കണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതുപോലെ ചിലർക്ക് അദ്ദേഹം കാശ് എത്തിച്ചു കൊടുത്തു എന്ന് എനിക്കറിയാം. ആർക്കൊക്കെ തിരുവനന്തപുരത്ത് കുറേ പേരുടെ ലിസ്റ്റ് എനിക്കറിയാം മോഹൻലാലിൻ്റെ നിന്ന് കാശ് വന്നത്. തൻ്റെ കൈവശം നമ്പറില്ലാത്ത ആളുകളുടെ നമ്പർ സംഘടിപ്പിച്ച് തരാൻ അദ്ദേഹം പലരെയും ചട്ടം കെട്ടി. ചിലരുടെ നമ്പർ മോഹൻലാലിനായി കൊടുത്തത് ഞാനാണ്. കാരണം എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ലാൽ സാർ വിളിച്ചിട്ടേ ഇന്ന ആളിൻ്റെ നമ്പർ കേൾക്കുന്നു, എൻ്റെ ഇല്ല, ചേട്ടൻ്റെ ഉണ്ടോ? ഞാൻ കൊടുക്കും. കൊടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പലരുടെയും നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശാന്തി നമ്പ്യാരെ മാത്രം എന്താണ് അദ്ദേഹം വിളിക്കാത്തത് എന്ന് ചോദിച്ചാൽ വിളിക്കണ്ട എന്ന് അദ്ദേഹം ഉറപ്പിച്ചാണ്. എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന്, അല്ലാതെ അയാൾ വിളിക്കാതെ ഒന്നിരിക്കില്ല. ചാളയും ചോറും കൊഞ്ചുമൊക്കെ നിറയെ തിന്നതല്ലേ, എന്നിട്ടും വിളിക്കാത്തത് എന്താവും? വിചിത്ര രൂപമാണ്, അല്ല എന്താവും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോ. വിചിത്ര രൂപമാണ് വില്യംസിൻ്റേത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? ആൾ നല്ല കറ നമുക്ക് തൊട്ട് നെറ്റിയിലിടാം. അങ്ങനത്തെ ഒരു കറുത്ത നിറമാണ്, ഒരു വിചിത്രമായ കറുത്ത നിറമാണ്. അറപ്പ് തോന്നിക്കുന്ന കറുത്ത് തടിച്ച ചുണ്ട്, സദാസമയം ഇങ്ങനെ സിഗരറ്റ് പോഞ്ഞ് ഇത്രയും ഇങ്ങനെ കറുകറാണ് ഇരിക്കുന്നത്. കുളിക്കാറ് പോലും ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇവർ തന്നെയാണ് പറഞ്ഞത്, ശാന്തി തന്നെയാണ് പറയുന്നത് അയാൾ കുളിക്കില്ല, കീറിയ വസ്ത്രം ഇടുള്ളൂ എന്നൊക്കെ അവരാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റ് പറയുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെ തന്നെയാണ്, നന്നായി കുളിക്കുക പോലും ഇല്ല എന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. വായിൽ നിന്നാണെങ്കിൽ തെറിയേ വരികയുള്ളൂ. തിരിച്ച് നമ്മൾ തെറി വിളിച്ചാൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഇപ്പോൾ വില്യംസ് ഒരാളിന് തെറി വിളിച്ചാൽ അതേ നാണയത്തെ തിരിച്ചു വിളിച്ചാൽ ആൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കുറുക്കിലിട്ട് നമ്മുടെ പുറത്തിട്ട് ഒരു തട്ട് ഇട്ട് തരും വേണമെങ്കിൽ. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ രാജീവ് അഞ്ചലിൻ്റെ ആസ്ട്രേലിയ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തു. ശ്രീപെരുമ്പത്തൂരും തിരുവനന്തപുരം മെർലാൻഡ് സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞു, ഇത് 10 പൈസ വിൽക്കില്ല, നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ വെച്ച് നിർത്തിയിട്ട് വേറൊരു സബ്ജക്റ്റ് ആലോചിക്കാമെന്ന് പറഞ്ഞ് നിർത്തി. അടുത്ത് ആസ്ട്രേലിയക്ക് പകരം സുരേഷ് കുമാറാണ് നിർമ്മാതാവ്, മേനക സുരേഷ്. പകരം ചെയ്തതാണ് ഈ ബട്ടർഫ്ലൈസ്, ബാംഗ്ലൂർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ
ആസ്ട്രേലിയ വർക്ക് ചെയ്തത് സാലു ജോർജ് ആയിരുന്നു. ബട്ടർഫ്ലൈസ് ആയപ്പോൾ വില്യംസായി. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജുവേട്ടൻ ഇങ്ങോട്ട് എന്താ നീ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന്. ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. എന്ത് കാരണം പറ. ഞാൻ പറഞ്ഞു ക്യാമറമാൻ വില്യംസ് അല്ലേ? അതെ. അയാൾ ഒരാളെയും പേര് പറഞ്ഞ് വിളിക്കില്ല. എടാ എന്ന് വിളിച്ചിട്ട് ഒരു വലിയ ചീത്തയെ വിളിക്കും. വലിയ ചീത്ത വിളിക്കുള്ളൂ. ഇവിടാടാ എന്ന് പറയും. അപ്പോൾ എനിക്കെന്തായാലും ആളെ തിരിച്ച് അങ്ങനെ ചീത്ത വിളിക്കാനുള്ളൊരു സംസ്കാരമില്ല. പകരം എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ താരെ വിളിച്ചെന്ന് കേൾക്കും, ഉറപ്പായിട്ട് കേൾക്കും. അപ്പോൾ സെറ്റിൽ പ്രശ്നമാവും. നീ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മറ്റേ ചീത്ത വീട്ട് വിളിക്കും. ചിലപ്പോൾ കൈ വയ്ക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വയ്ക്കേണ്ടി വരും. എന്തിനെന്നേ അങ്ങനെ ഒരു രംഗം ഉണ്ടാക്കണേ? അപ്പോൾ രാജീവ് അഞ്ചൽ എന്നോട് പറഞ്ഞു, രാജീവേട്ടൻ എന്നോട് പറഞ്ഞു, ദിനേശ് വില്യംസിൻ്റെ കാര്യം ഞാൻ ഏൽക്കുന്നു. ദിനേശിനോട് ഒരക്ഷരം അപമര്യാദ അയാൾ പറയില്ല, നീ വാ. പിന്നെ ഇല്ല ഏട്ടാ ഞാൻ വരില്ല. നിങ്ങൾ രാജീവ് അഞ്ചലിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ചോദിച്ചു. ഞാൻ പോയില്ല. വില്യംസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകാത്തത്. കാരണം സംസ്കാരമില്ലാത്ത ഭാഷയിൽ അയാൾ സംസാരിക്കും. അയാളെ തിരിച്ച് വിളിച്ചാൽ അയാൾക്ക് പരാതിയുമില്ല. എന്നിരുന്ന് നമുക്ക് അത്രയും നിലവാരമില്ലാതെ താഴേക്ക് പോകാൻ പറ്റും. അതാണ് വില്യംസ്. മോശമല്ലാത്ത നിറവും മോശമല്ലാത്ത സൗന്ദര്യവും ശാന്തി നമ്പ്യാർ കൊണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അല്ലല്ലോ എന്ന് പറയണമെങ്കിൽ അവൻ കാഴ്ച പോയവനായിരിക്കണം. ഭേദപ്പെട്ട ഒരു സ്ത്രീ തന്നെയാണ് ശാന്തി നമ്പ്യാർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം പോലെ ഇരിക്കും. വില്യംസും അവരും കൂടെ ഒന്ന് ഫോട്ടോ എടുത്താൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം പോലെ തോന്നും നമുക്ക്. ഒരു ബ്ലാക്കും ഒരു വൈറ്റും. അതിലും എനിക്ക് തർക്കമൊന്നുമില്ല. ഒരു റോഡ് മുതൽ മറ്റേ റോഡ് വരെ കോടിക്കണക്കിന് വസ്തുവകകൾ എനിക്കുണ്ടായിരുന്നു എന്നാണ് ഈ നമ്പ്യാർ സ്ത്രീ പറയുന്നത്. മദ്രാസിൽ ശാന്തി മാം പറയുന്നത് ഈ റോഡ് മുതൽ ആ റോഡ് വരെ എൻ്റേതായിരുന്നു എന്ന് പറയുന്നു. കണ്ണൂരിലാണെങ്കിൽ ചൊവ്വ എന്ന് പറയുമ്പോൾ താഴെ ചൊവ്വയാണോ മേലെ ചൊവ്വയാണെന്ന് എനിക്കറിയില്ല. ചൊവ്വയിലാണ് വില്യംസും ജനിച്ചത്. ഇവരും അവിടുത്തെ ഏരിയ. കണ്ണൂർ മുഴുവൻ ഇവരുടേതായിരുന്നോ എന്ന് എനിക്കറിയില്ല. മദ്രാശിയിൽ അവിടം മുതൽ ഇവിടം വരെ ഉണ്ടായിരുന്നു എന്നവർ ഈ അഭിമുഖത്തിലെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയുള്ള കക്ഷിയെ മദ്രാസിൽ ഫുട്ബോൾ കളിക്കാൻ വന്ന് ലക്ഷ്മൺ ഗോറെ എന്ന് പറഞ്ഞ മറാത്തി ക്യാമറാമാൻ്റെ ശിഷ്യനായി ശങ്കരൻ നായരുടെ വിഷ്ണു വിജയം എന്ന് പറഞ്ഞ കമൽഹാസൻ അഭിനയിച്ച വിഷ്ണു വിജയം എന്ന സിനിമയിലാണ് സ്വതന്ത്രനായിട്ട് അദ്ദേഹം 1974 സ്വതന്ത്ര ഛായാഗ്രഹനായി തുടക്കം കുറിക്കുന്നത്. പക്ഷേ തുടക്കം കുറിക്കുന്ന പറഞ്ഞാൽ ഇവർ പറയും ശങ്കരൻ നായരല്ല കമൽഹാസനെ വിളിച്ചുകൊണ്ടുവന്നത്, എല്ലാം വില്യംസാണ് ചെയ്തെന്ന് പറയും. അപ്പോൾ നമുക്കൊന്നും ഡയറക്ടർ വില്യംസ് ആണ്. ഈ ഇൻ്റർവ്യൂ കണ്ടാൽ അങ്ങനെ തോന്നും. പക്ഷേ ശങ്കരൻ നായരുടെ സിനിമയായിരുന്നു. നാട്ടുകാരിയായ ശാന്തി നമ്പ്യാരെ കെട്ടാനായി ശാന്തി നമ്പ്യാരുടെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നിരുന്നു ഇദ്ദേഹം. കെഞ്ചി പുറകെ നടന്നിരുന്നു എന്നാണ് ആ ഇൻ്റർവ്യൂവിലൊക്കെ ഇവർ പറയുന്നത്. ഉറങ്ങിക്കിടന്ന ശാന്തി നമ്പ്യാരെ അച്ഛൻ നമ്പ്യാർ പോയി വിളിച്ചുണർത്തി. ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അച്ഛൻ പോയി വിളിച്ചുണർത്തി. നിന്നെ കാണാൻ ഒരു പൈത്യക്കാരൻ വന്നിരിക്കുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. പൈത്യക്കാരൻ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലാത്തവൻ. ആലോചിക്കും, മരിച്ച് മേളിൽ നിൽക്കുന്ന വില്യംസ് എന്ന് പറഞ്ഞാൽ ഛായാഗ്രാഹണ രംഗത്തെങ്കിലും അദ്ദേഹത്തെ ഒരുപാട് ഒരു ബഹുമാനിക്കുകയും ശിഷ്യസമ്പത്തുമുള്ള ആ മനുഷ്യനെ വിളിക്കുകയാണ് പൈത്യക്കാരനെന്നാണെന്ന് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ നമ്പ്യാരും ഉഗ്രനാണ്. ഉറങ്ങിക്കിടന്ന മോളുടെ അച്ഛൻ എന്ന് പറയാണ് നിന്നെ കാണാൻ ഒരു പൈത്യക്കാരൻ വന്നിരിക്കുന്നു. ആരാന്ന് മനസ്സിലായിട്ടാണോ അല്ലയോ എന്നറിയില്ല. അവരെ പറഞ്ഞു വിടപ്പാ, ഞാൻ തൂങ്കട്ടെ എന്ന് ശാന്തി നമ്പ്യാർ പറഞ്ഞത്രേ. ആദ്യമായിട്ട് വില്യംസ് എന്ന കഥ പറയുകയാണ് അവർ. അപ്പോൾ ഇയാൾ പോയി വില്യംസിനോട് മോള് തൂങ്ങുകയാണ്, കാണാൻ പറ്റില്ല, നിങ്ങൾ പോകുന്നു പറഞ്ഞപ്പോൾ അയാൾ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും തന്തമെന്ന് പറഞ്ഞു. അയാൾ പോകുന്നില്ല, നിന്നെ കണ്ടിട്ടേ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ശാന്തി നമ്പ്യാർ ചെന്ന് കാണുമ്പോൾ ഒരു കുരങ്ങ് ഭർത്താവിന് പറയുകയാണ്, ഒരു കുരങ്ങ് 4 മക്കളിൽ ഒരാൾ മരിച്ചുപോയി, 3 മക്കളുള്ളതാണ്. ആ മക്കളെങ്കിലും അമ്മയോട് പറഞ്ഞു, അമ്മ ഞങ്ങൾക്ക് ജന്മം തന്ന അച്ഛനെ നിങ്ങൾ നാട്ടുകാർ വിളിച്ചോട്ടെ കുരങ്ങാന്ന്, പക്ഷെ നിങ്ങൾ ഈ കുരങ്ങ് എന്ന് പറയരുത്. ഈ മേനിക്കൊഴുപ്പും ഈ വെളുത്ത നിറവൊക്കെ നിസ്സാര പ്രശ്നം മതിയെന്നേ, ഒരു ചെറിയ ആക്സിഡൻറ്റോ ചെറിയ അബദ്ധവും മതിയെന്ന് ഇതൊക്കെ പോകാൻ. അങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. അപ്പോൾ ശാന്തി നമ്പ്യാർ ചെന്ന് കാണുമ്പോൾ ഒരു കുരങ്ങ് അവിടെ ഇരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതാണ് അപ്പം നമ്പ്യാർ വില്യംസിനെ പറ്റി ആദ്യം പറഞ്ഞത്. കുരങ്ങ് കിളിഞ്ച പാൻറ്റ് പോട്ട് വന്നിരിക്കുന്നത്. കിളിഞ്ച പാൻറ്റ് എന്ന് പറഞ്ഞാൽ കീറിയ പാൻറ്റൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അവരെ പറഞ്ഞു വിടപ്പാന്ന് മോളപ്പനോട് കെഞ്ചി. അപ്പൻ ചെന്ന് കുരങ്ങിനോട് ചൊന്നത്, അവൾ തൂങ്ങിട്ടിരിക്ക് പിന്നെ വാ, അവൾ ഉറങ്ങുകയാണ് പിന്നെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുരങ്ങൻ പറഞ്ഞു, എണീപ്പിക്ക്, എനിക്ക് കാണണം എന്നായി കുരങ്ങ്. ഇവിടെ അങ്ങനെ ഒന്നും ചൊല്ലக்கூടാതെ എന്ന് അപ്പം നമ്പ്യാർ പറഞ്ഞു, ഇങ്ങനെ എണീപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴേ. അപ്പോൾ ഈ ശാന്തി നമ്പ്യാർക്ക് 18-19 വയസ്സാണ് പ്രായം. ഒടുവിൽ ശല്യം സഹിക്കുക വയ്യാതെ മകൾ ഉറക്കം മതിയാക്കി എണീറ്റ് വന്നു. എൻ്റെ പടം നാളെ വാഹിനിയിൽ 9ാമത്തെ ഫ്ലോറിൽ
തുടങ്ങുകയാണ്. അതിൽ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഒരു 10,000 രൂപ അഡ്വാൻസ് എടുത്ത് കൊടുത്തു. നാളെ രാവിലെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് കുരങ്ങൻ പോയി. ഒരു സിനിമയിലും അങ്ങനെ ബുക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. അതും സിനിമയ്ക്ക് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ മാനേജർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരൊക്കെ ഉള്ള കാലത്ത് ഒരു ക്യാമറാമാൻ, അത് വേറെ ആരാണ് ഡയറക്ടർ, വില്യംസ് അല്ല, അന്ന് വില്യംസ് ഡയറക്ടറായിട്ടില്ല. അയാൾ ചെന്ന് ഒരു 10,000 രൂപ കൊണ്ട് എടുത്തിട്ട് പറയണം, നാളെ രാവിലെ വാഹിനിയിലെ 9ാമത്തെ ഫ്ലോറിൽ വന്നേക്കണം എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ. ഓടാൻ്റെ വിലയ്ക്ക് എന്നില്ല നമ്മൾ പറയൂ ഇല്ലേ? ഓടാൻ്റെ വിലയ്ക്ക് നിൻ്റെ പൈസയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, എടുത്തോണ്ട് പോ, വരില്ല എന്നല്ലേ പറയും. പക്ഷേ അദ്ദേഹത്തെ പറയുന്നത് പൈത്യക്കാരൻ, ലൂസ് എന്നൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. പൈത്യക്കാരൻ, ലൂസ് എന്നൊക്കെയാണ് വിളിക്കുന്ന ഭർത്താവിനെ. രാവിലെ അപ്പൻ നമ്പ്യാർ അച്ഛൻ കാറിൽ വാഹിനിയിൽ കൊണ്ടുവിട്ടു. ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കുരങ്ങ് ക്രെയിനിൽ കയറിയിരിക്കുന്നു. അന്ത കുരങ്ങ് എന്ന് അവിടെ നിന്ന് ആരുടെ ഇവർ ചോദിച്ചു. അപ്പം മോളിരുന്ന ക്രെയിൻ ഇരുന്നുകൊണ്ട് വില്യംസിന് മനസ്സിലായി എന്നെ കുരങ്ങ എന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ ഈ കുരങ്ങെ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം കേട്ട ആൾ പറഞ്ഞെന്ന്, അപ്പടിയൊന്നും ചൊല്ലക്കൂടാതെ പെരിയ ക്യാമറമാൻ മിണ്ടരുത് എന്ന് പറഞ്ഞു. ക്രെയിനിൽ നിന്നും വില്യംസ് താഴേക്ക് ഇറങ്ങി. ഞാൻ ക്രാക്കല്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. കുരങ്ങെന്ന് പറഞ്ഞാണ് ചോദിച്ചത്. പക്ഷേ വില്യംസിന് ഇനി മേളിൽ ഇരുന്നോണ്ട് തോന്നിയോന്തോ ഈ സ്ത്രീ ചോദിച്ചത് ആ ക്രാക്ക് എവിടെയെന്ന് ചോദിച്ചു എന്നാണെന്ന് അറിയില്ല. വന്ന വാക്കിൽ പറഞ്ഞത് ഞാൻ ക്രാക്കല്ല, ആവശ്യമില്ലാതെ ഇവിടെ മിണ്ടരുത് എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ശാന്തി നമ്പ്യാർ പറയുന്നത്. മാലിമരിഷ് എന്ന് പറഞ്ഞൊരു പത്രത്തിൽ ട്രെയിനി ആയിരുന്നു അന്നത്തെ കാലത്ത് ശ്രീമതി നമ്പ്യാർ എന്ന് പറയുന്നു. വൈകുന്നേരം 6 മണിക്ക് അവിടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം. അങ്ങനെ മീറ്റിങ്ങിന് പോകണമെങ്കിൽ 10,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചതിരുന്നേ. ഒന്നാമത് കോടീശ്ശേരിയല്ലേ, ഈ റോഡ് മുതൽ ആ റോഡ് വരെ 120 കോടി രൂപയുടെ വസ്തുവുള്ള സ്ത്രീ ഈ 10,000 രൂപ വാങ്ങിച്ചതിരുന്നേ. നാളെ വരാൻ വെക്കില്ല, എനിക്ക് നാളെ വരാൻ വെക്കില്ല, ഞാൻ അടുത്ത 10 ദിവസം ഫ്രീ അല്ല എന്ന് പറയണ്ടേ. അപ്പോൾ മാലിമരിഷ് എന്ന് പറഞ്ഞ പത്രത്തിലെ ട്രെയിനിയാണ് ശ്രീമതി നമ്പ്യാർ. അവിടെ വൈകുന്നേരം ഒരു മീറ്റിങ്ങിന് പോകണം. ഡ്രൈവർ അപ്പൻ നമ്പ്യാരെ കൂപ്പിട്ട് കാര്യം പറഞ്ഞു, അതായത് പോകാൻ പറ്റില്ല എന്ന് ഇയാൾ പറഞ്ഞു. അവിടെ തന്നെ ഡ്രൈവർ, നേരത്തെ പറഞ്ഞത് അച്ഛൻ കാറിൽ കൊണ്ട് വിട്ടിട്ട് പോയെന്നാണ്, പിന്നെ പറയുന്നത് കാറും ഡ്രൈവറും അവിടെ കാത്തിരിക്കുന്നതാണ്. ഒന്നിനും ഒരു പരസ്പര ബന്ധമില്ല. ഈ പുളു അടിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ അപ്പൻ നമ്പ്യാർ വന്നു. അപ്പോൾ വേറെ കാറുണ്ടായിരിക്കണമല്ലോ, കാരണം ഡ്രൈവറും കാറും ഇവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ വേറെ കാറിലായിരിക്കും വന്നിരിക്കുന്നത്. ടാറ്റ, ബിർള എന്നൊക്കെ പറയുന്നില്ല, ഇപ്പോഴത്തെ അംബാനി, അദാനി, അതുപോലത്തെ ഒരു കുടുംബത്തിലെ സ്ത്രീയാണെന്ന് തോന്നുന്നു ഇവർ. പത്രികാ മീറ്റിങ്ങിന് പോകണം മകൾക്ക് എന്ന് വില്യംസിനോട് തീർത്തും പറഞ്ഞു. അപ്പനിൽ നിന്നും വീട്ടിലെ ഫോൺ നമ്പർ വാങ്ങി. ആര്? കുരങ്ങ്. ഡെയിലി അപ്പൻ നമ്പ്യാരുമായിട്ട് കഥ പറയും. വില്യംസ് നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് അപ്പൻ നമ്പ്യാർ ചോദിച്ചു, മോളോട് ചോദിച്ചു. ആ കുരങ്ങ് നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പ ഏതാണ്ട് ട്രാക്കിലായി. അപ്പം ഞാൻ ചോദിച്ചു, ആ ലൂസാ? അവർ പൈത്യക്കാരൻ, കീറ ഡ്രസ്സ്, കുളിക്കില്ല, സിഗരറ്റ് വലി മാത്രമേ ഉള്ളൂ, അന്തമാതിരി ഒരാളെ എനിക്ക് വേണ്ട അപ്പാ എന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ വിവരം അറിഞ്ഞ വില്യംസ് സിനിമാക്കാരുടെ താവളമായ പാങ്ക്രോ ഹോട്ടലിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ശാന്തി നമ്പ്യാരെ കെട്ടിത്തന്നില്ലെങ്കിൽ ഇവിടുന്ന് ചാടുമെന്ന് ഈ കുരങ്ങൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇവർ പറയുന്നത്. അതിന് ഈ പാങ്ക്രോ ഹോട്ടൽ ഈ പറയുന്ന ശാന്തി നമ്പ്യാരെ അച്ഛൻ്റെ വകയാണ്, അല്ലല്ലോ. എങ്കിൽ ശരി, ശാന്തി നമ്പ്യാരെ എനിക്ക് കെട്ടിത്തന്നില്ലെങ്കിൽ തൻ്റെ ഹോട്ടലിൻ്റെ മോളിൽ നിന്ന് ഞാൻ ചാടുമെന്ന് പറയാം. പാങ്ക്രോ വേറെ തമിഴിൻ്റെ ഹോട്ടലല്ലേ, ആ ഹോട്ടലിൻ്റെ മോളിൽ നിന്ന് ചാവുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇനി മദ്രാസിലുള്ള ആരുടെയെങ്കിലുമൊക്കെ ചോദിക്കണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ പാങ്ക്രോ ഹോട്ടലിൽ തന്നെ ഇനി പോകുമ്പോൾ ചോദിക്കാം. അങ്ങനെ കുരങ്ങൻ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അപ്പൻ ചെന്ന് സമാധാനിപ്പിച്ചു. ആരെ? ശാന്തി നമ്പ്യാരുടെ അപ്പൻ ചെന്ന് സമാധാനിപ്പിച്ചു. ചത്താലും കിട്ടില്ല എന്നും മകളും പറഞ്ഞു. കുരങ്ങ് വീട്ടിൽ വന്നു. കണ്ടാൽ പിടിക്കില്ല ശാന്തി നമ്പ്യാർക്ക്. കുരങ്ങ് വീട്ടിൽ വന്നെങ്കിലും കണ്ടാൽ പിടിക്കില്ല, കാരണം കറുത്ത നിറം, കുളിക്കാത്തവൻ, കീറിയ പാൻ്റ് ഇടുന്നവൻ. വീട്ടിൽ കയറ്റരുത്, ഞാൻ നാട് വിടുമെന്ന് മോൾ അപ്പനോട് പറഞ്ഞപ്പോൾ അമ്മ ശമച്ച് ആ പൈത്യക്കാരന് കൊടുക്കുമായിരുന്നു എന്ന് ഇവർ തന്നെ പറയുന്നു. അതായത് മോള് പറയാണ്, ഈ കുരങ്ങനെ ഇനി വീട്ടിൽ കയറ്റിയാൽ ഞാൻ നാട് വിടും, ഇവനെ ഞാൻ കെട്ടില്ല, ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ശാന്തി നമ്പ്യാരുടെ അമ്മ ശമച്ച് ആഹാരം പാചകം ചെയ്ത് എല്ലാ ദിവസവും, അപ്പം ഏതാണ്ട് വില്യംസ് അവിടെ പൊറുതിയായി എന്നാണ് എൻ്റെ അർത്ഥം. ശമച്ച് കൊടുക്കുമായിരുന്നു അത്രേ. അപ്പോൾ ശാന്തി വില്യംസ് തമിഴിലെ മുള്ളുമലരൊക്കെ എടുത്ത മഹേന്ദ്രനോട്, സംവിധായകൻ മഹേന്ദ്രനോട് കാര്യം പറഞ്ഞു. ആ കുരങ്ങൻ എനിക്ക് വേണ്ട എന്ന് മഹേന്ദ്രനോട്. മഹേന്ദ്ര ആര്? ശാന്തി വില്യംസിൻ്റെ മാമൻ്റെ മോന്. അങ്ങനെ ഉണ്ടെങ്കിൽ വില്യംസിൻ്റെ വീട്ടുകാരോടോ
അവരുടെ വീട്ടുകാരോടല്ലേ പറയേണ്ടത്. പക്ഷേ മഹേന്ദ്രനോട് ചെന്ന് പറഞ്ഞപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു നല്ല പയ്യനാണവൻ എന്നാണ് മഹേന്ദ്രൻ പറഞ്ഞത്. അപ്പ അമ്മ കൺട്രോളിൽ വളർന്ന പെണ്ണാണ് ഈ ശാന്തി നമ്പ്യാർ എന്നാണ് അവർ പറയുന്നത്. അപ്പേരെയും അമ്മേരെയും കൺട്രോളിലാണ് ഞാൻ വളർന്നത്, നല്ല പേരുണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ കുരങ്ങ് വീണ്ടും വന്നപ്പം കുരങ്ങ് പറഞ്ഞു എൻ്റെ ഭാര്യ പോയി. അപ്പോൾ അദ്ദേഹം ആദ്യം വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, രണ്ടാമത് കെട്ടിയതാണ് ഇത് ഈ കോടീശ്വരിയെ. നിന്നെ കണ്ട് ഇഷ്ടമായെന്ന് പൈത്യക്കാരൻ പറഞ്ഞു. കല്യാണത്തിൻ്റെ അന്ന് കണ്ണൂരിൽ ശാന്തി നമ്പ്യാർ ഓടി ഒരു മലയിൽ കയറി ഒളിച്ചിരുന്നു. വേറെ എങ്ങും സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് മലയിൽ കയറി ഒളിച്ചിരുന്നു. അവൻ നസ്രാണി, നമ്മൾ നമ്പ്യാർ നമ്പൂതിരി. നമ്പ്യാരും നമ്പൂതിരി ഒന്നാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്, ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. ആ അഭിമുഖത്തിൽ പറയാണ് ഞാൻ നമ്പ്യാർ നമ്പൂതിരി. നമ്പ്യാരും നമ്പൂതിരിയും കടലും കടലാടിയും പോലെ എന്ത് ബന്ധമുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. മറ്റവൻ നസ്രാണി, അവന് വൺ ലൈൻ പ്രേമമേ ഉള്ളൂ, എനിക്ക് അവനോട് പ്രേമമില്ല എന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്നാണ് അഭിമുഖത്തിൽ പറയുന്നത്. ലൈഫിൽ ഈ കുരങ്ങ് ഒരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രസവത്തിന് പോലും തിരിഞ്ഞു നോക്കിയില്ല, എന്നോട് പാശമില്ല എന്നാണ് നമ്പ്യാത്തി പറയുന്നത്. ഒരു നാൾ ആദ്യത്തെ ഭാര്യ തിരിച്ചു വന്നു സിംഗപ്പൂരിൽ നിന്ന്. അവരോടൊപ്പം പോകുമെന്ന് കുരങ്ങ് പറഞ്ഞു. പോങ്കേ, എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് ഞാനും പറഞ്ഞു. ഒന്നാം ഭാര്യ തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോയി. 25 വർഷം ഈ കുരങ്ങിനോടൊപ്പം ജീവിച്ചു. എല്ലാവരുടെയും കോപം വരും, വീട്ടിൽ വന്ന് എന്നെ ഇടിക്കും. ഇതിനിടയിൽ എങ്ങനെയോ 4 മക്കളായി, അതുമാത്രം അവരറിഞ്ഞില്ല. വീട്ടിൽ വന്നാൽ കോപമാണ്, ചീത്തവിളിയും ബഹളവുമാണ്, ഇടിയും കൊടുക്കും. ഇതിനിടയിൽ എങ്ങനെയെന്ന് അറിഞ്ഞു, അവർക്കറിഞ്ഞൂടാ 4 മക്കളുണ്ടായി. 2003 അറ്റാക്ക് വന്നു ട്രെയിനിൽ വെച്ച്. 590 ഷുഗർ 590 വില്യംസിന്. കാഴ്ച പോയി, വീട് മാറിക്കയറും. കാഴ്ചയില്ലാത്തതുകൊണ്ട് ശാന്തി വില്യംസിൻ്റെ അല്ലെങ്കിൽ ശാന്തി നമ്പ്യാരുടെ വീടെന്നും പറഞ്ഞ് കോമള നായരുടെ വീട്ടിൽ കയറി പോകും, അല്ലെങ്കിൽ രാമസ്വാമി അയ്യരുടെ വീട്ടിൽ കയറി പോകും എന്നാണ് ഇവർ പറയുന്നത്. 120 കോടി രൂപയുടെ വസ്തുക്കൾ ചേച്ചിയായ ഈ ശാന്തി നമ്പ്യാർക്കും അനുജനും കൂടി ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. 120 കോടി. ഒരു തെരുവ് മുതൽ മറ്റേ തെരുവ് വരെ ഞങ്ങളുടേതായിരുന്നു. പടമെടുക്കാൻ 2 ലക്ഷം രൂപ കടമെടുത്തു ഈ 120 കോടിയുള്ളവർ. വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറയില്ലേ. ഇടപാടെപ്പിച്ചത് ഒരു രാമചന്ദ്രനായിരുന്നു, ഫ്രോഡാണ്, ഇയാളുടെ സുഹൃത്താണ്. അവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 കോടി ലോൺ എടുക്കാൻ പ്രമാണവും കുന്നും കുറച്ചക്രമൊക്കെ കൊടുത്തപ്പോൾ അവൻ കൂടുതലെടുത്തു. 2 ലക്ഷം എടുക്കാൻ, അല്ലെങ്കിൽ 2 കോടി എടുക്കാൻ, 2 കോടി എന്നാണല്ലോ പറഞ്ഞത്. അല്ല, 2 കോടിയല്ല, 2 ലക്ഷം. അന്നത്തെ കാലത്ത് 2 ലക്ഷമൊക്കെ മതിയല്ല. 2 ലക്ഷം രൂപ എടുക്കാൻ രാമേന്ദ്രനെ ഏൽപ്പിച്ചപ്പോൾ രാമേന്ദ്രൻ അങ്ങേറ്റമേ 10 ലക്ഷം എടുത്തു എന്ന് വെച്ചോളൂ. എന്നാൽ ഈ 120 കോടി രൂപയുടെ വസ്തു എങ്ങനെ പോകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 120 കോടി രൂപയുടെ ഈ വസ്തു ജപ്തിയായി. കുട്ടികളുമായി റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മ പറയും, ഈ നേരത്തെ ശമച്ച് കൊടുത്തോണ്ടിരുന്ന അമ്മ പറയുമെന്ന് യമൻ ഫ്രോഡ് എന്ന് അമ്മ പറഞ്ഞെന്ന് അവരുടെ അമ്മ പറഞ്ഞു. അപ്പം നമ്പ്യാർ 1985 മരിച്ചു. പാല് വാങ്ങാൻ പോലും കാശില്ലായിരുന്നു. 2000 സാരികൾ കബോർഡിലുണ്ടായിരുന്നു. അവ വിറ്റാണ്, ആ പുടവകൾ വിറ്റാണ് 1 വർഷത്തോളം അവർ ജീവിച്ചത്. 10 പുടവ വെച്ച് മാർവാടിയുടെ അടുത്തുകൊണ്ടെന്ന് വിൽക്കും. ആ പൈസ കൊണ്ടാണെന്ന് 1 വർഷം ജീവിച്ചത്. 2003 ആ കുരങ്ങന് കാഴ്ച പോയി. ഏതാണ്ട് 1-1.5 ലക്ഷം രൂപ ആ കാഴ്ച പോയപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ചിലവായി. നീ നോക്കുന്നില്ല എന്ന് പുലമ്പിക്കൊണ്ട് ഈ മനുഷ്യൻ എപ്പോഴും കട്ടിലിൽ കിടക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പാവം, നീ എന്നെ നോക്കുന്നില്ല, വേണ്ട രീതിയിൽ നോക്കുന്നില്ല എന്ന് പുലമ്പിക്കൊണ്ട് കിടക്കുമായിരുന്നു ഇവർ തന്നെ പറയുന്നു. കണ്ടീഷൻ വയ്ക്കുന്ന നിർമ്മാതാക്കളുടെ സിനിമയ്ക്ക് ശാന്തി നമ്പ്യാർ പോവില്ല. അതായത് ഇവിടെ തമിഴ് സിനിമയിലും തമിഴ് സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നതിന് കണ്ടീഷൻ വയ്ക്കുമെന്നാണ് പറയുന്നത്. കണ്ടീഷൻ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക്. ആ കണ്ടീഷനുള്ള ഒരിടത്തും ഞാൻ പോവില്ല, വേറെ പലരും പോകും, ഞാൻ പോവില്ല. മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും അമ്മയോട് പറഞ്ഞു നമുക്ക് ചാകാമെന്ന്. അപ്പോൾ ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞ നടി ഇവരുടെ ചെകിട്ടത്തടിച്ചു. എന്നിട്ട് അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നാണ് പറയുന്നത്. 2005 ജനുവരി 14 തെലുങ്ക് പടത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഈ കാഴ്ചയില്ലാത്ത മനുഷ്യൻ ഹൈദരാബാദിലേക്ക് പോയി. ഫെബ്രുവരി 20 ഞായറാഴ്ച ഹൈദരാബാദിൽ വെച്ച് മരിച്ചു. ധന്യ, സിന്ധു, പ്രശാന്ത്, സന്തോഷ്, 4 മക്കൾ. അതിൽ സന്തോഷ് മരിച്ചുപോയി. 2005 മരിച്ച വില്യംസിനെ കാണാൻ മോഹൻലാൽ വരാത്ത നന്ദി കെട്ട കഥ ശാന്തി നമ്പ്യാർ പറയുന്നത് 19 വർഷത്തിന് ശേഷമാണ്. അപ്പോഴേക്കും ഒരു സംശയം ബാക്കി, അത് തുറന്ന് പറയണം ശാന്തി നമ്പ്യാരെ. ഒരു പൈത്യക്കാരൻ, ഒരു കുരങ്ങ്, ഒരു മാപ്പിളയൻ, ഒരു പിച്ചക്കാരൻ വന്ന്
ഇവളെ എനിക്ക് വേണം എന്ന് പറയുമ്പോൾ 120 കോടി രൂപ സ്വന്തമായുള്ള പെണ്ണിനെ അപ്പം പിടിച്ചു കൊടുത്തത് എന്തിനാ? അതും ഒരു ഭാര്യ ഉള്ളവൻ. മോഹൻലാൽ എയർപോർട്ടിൽ കാണാതെ മാറിക്കളഞ്ഞതിൽ കുരങ്ങ് എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് മാറ്റിച്ചതാകുമെന്നാണ് ഇത്രയും പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്. മരിക്കുന്നതിന് മുമ്പ് കുരങ്ങ് പറഞ്ഞു കാണും, ലാലേ എൻ്റെ കഥ നിനക്കറിയാമോ എന്ന് പറഞ്ഞ് ചിലപ്പം ഈ ശാന്തി നമ്പ്യാരുടെ വീരശൂര പരാക്രമ കഥകളൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിരിക്കാം. അതുകൊണ്ടായിരിക്കാം വില്യംസ് മരിച്ച ശേഷം ഈ സ്ത്രീയെ നമ്മൾ കാണണ്ട, നമ്മൾ വിളിക്കണ്ട എന്ന് മോഹൻലാൽ തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആവാനാണ് സാധ്യത. കാരണം വില്യംസ് ഒന്നും ഒളിച്ചു വയ്ക്കുന്ന ആളല്ല. അതുകൊണ്ടായിരിക്കണം എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ആ സ്ത്രീയെ കാണണ്ട എന്ന് പറഞ്ഞ് മോഹൻലാൽ മാറി നിന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഇപ്പോൾ പടയോട്ടം അടക്കം ഒരുപാട് സിനിമകളിൽ ട്രിക്കി ഷോട്ടുകളും റിസ്ക്കുള്ള ഷോട്ടുകളും ഒക്കെ എടുത്തിരുന്ന ജെ വില്യംസ് എന്ന് പറയുന്ന ഒരു സംവിധായകനെയൊക്കെ നമുക്ക് കളയാം. കമേഴ്ഷ്യൽ കൂതറ പടങ്ങളാണ് ചെയ്തത്. നിർമ്മാതാവിനെയും നമുക്ക് കളയാം. പക്ഷേ ക്യാമറാമാൻ എന്നുള്ള നിലയ്ക്ക് വില്യംസിനെ മലയാളി മറക്കില്ല. ആ മനുഷ്യനെ, അദ്ദേഹം 4 കുട്ടികൾക്ക് ജന്മം നൽകി എന്നുള്ളതുണ്ടെങ്കിലും അയാളെ ഒരു പൈത്യക്കാരൻ, ഒരു കുരങ്ങ്, മാപ്പിളയൻ, പിച്ചക്കാരൻ എന്നൊക്കെ വിളിച്ച് തമിഴ് ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കുമ്പോൾ നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണ് ശാന്തി നമ്പ്യാരെ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാൻ നിങ്ങളെ ശാന്തി വില്യംസ് എന്ന് വിളിക്കില്ല. കാരണം അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് ഞാൻ പറയും. സ്വന്തം ഭർത്താവിനെ ക്യാമറയുടെ മുന്നുകളിൽ വന്നിരുന്നു പട്ട് സാരിയെ കൊടുത്ത് പല പല കളറിലിട്ടിട്ട് വന്നിരുന്നിട്ട് ഇന്ത്യൻ സിനിമ കണ്ടതിൽ ചാരിത്ര്യവും പവിത്രതയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഏക ആൾ ഞാനാണെന്നും ബാക്കിയുള്ളവരെല്ലാം വിട്ടുവീഴ്ച ചെയ്തും നിർമ്മാതാക്കൾ പറയുന്ന നിബന്ധനകൾ പാലിച്ചൊക്കെ അഭിനയിക്കും. ഞാനതിനൊന്നും പോകില്ല, ഞാനൊരു 1.5 ആളാണെന്ന് പറയും. 120 കോടി രൂപയുടെ വസ്തു ഉണ്ടായിരുന്നു, അത് 2 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചപ്പോൾ ആ 120 കോടി പോയി എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടടിക്കുന്ന ഇതൊക്കെ തമിഴന്മാർ കേട്ടോണ്ടിരിക്കുമായിരിക്കും. അതാ അവർ മനസ്സിൽ പറയുമായിരിക്കും, പൈത്യക്കാരി എന്ന് പറയുമായിരിക്കും. എന്തായാലും 4 കുട്ടികൾക്ക് ജന്മം തന്ന അതിൽ 3 പേര് ഇപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ ആ മക്കളെങ്കിലും അമ്മയോട് പറയണം, അമ്മ മരിച്ചു മോള് നിൽക്കുന്ന ആ മനുഷ്യനെ മലയാളികൾ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന ജെ വില്യംസ് എന്ന് പറയുന്ന ക്യാമറമാനെ നിങ്ങളിങ്ങനെ പൈത്യക്കാരൻ, കുരങ്ങ്, മാപ്പിളയൻ, പിച്ചക്കാരൻ എന്നൊന്നും പറയരുത്. അതുപോലെ നമ്പ്യാരും നമ്പൂതിരിയും ഒന്നല്ല എന്നെങ്കിലും ശാന്തി നമ്പ്യാർ പഠിക്കണം, അല്ലെങ്കിൽ കണ്ണൂറുകാർക്കാണ് മോശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നു, മോഹൻലാൽ താങ്കൾക്ക് ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി ഈ അടുത്ത കാലത്ത് വരുന്നു. പ്രത്യേകിച്ച് യൂട്യൂബർമാർ താങ്കൾക്കെതിരെ ഇങ്ങനെ നിരന്തരമായി കഥയുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ താങ്കളിൽ നിന്നുണ്ടാകണം ജീവിതത്തിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, മനോഹരമായ ഒരുപാട് ഷോട്ടുകൾ നമുക്ക് സമ്മാനിച്ച സ്ഫടികമടക്കം ജെ വില്യംസ് എന്ന് പറഞ്ഞ നല്ല ഛായാഗ്രാഹകൻ, നല്ല മനുഷ്യനല്ല, നല്ല ഛായാഗ്രാഹകൻ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് കർത്താവ് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.